ഹലോ മക്കളെ, എല്ലാ കൂട്ടുകാർക്കും സൂപ്പർ നോട്ട്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ബിജേഷ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈ കഴിഞ്ഞ 2 ഫേസിലായിട്ട് നടന്ന ഡിഗ്രി പ്രിലിംസിന്റെ മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറയുമ്പോൾ 2 ഘട്ടങ്ങളിലും കൂടെ ആയിട്ട് 40 ചോദ്യങ്ങൾ ചോദിച്ചു. ഈ 40 ചോദ്യങ്ങളിൽ നിങ്ങളെ കുഴപ്പിച്ച ഒരു സെറ്റ് ചോദ്യങ്ങളുണ്ട് ഇല്ലേ? അതായത് നിങ്ങൾക്ക് ഉത്തരം തീരെ എഴുതാൻ പറ്റാതെ പോയ, സമയം നിങ്ങളെ വെട്ടിലാക്കിയ, ഉത്തരത്തിലെ ഒരുപാട് കൺഫ്യൂഷനുകൾ സൃഷ്ടിച്ച ചില ചോദ്യങ്ങൾ, അത്തരം ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്നവരും മെയിൻസ് എഴുതാൻ പോകുന്നവരും തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട കാര്യം, ഒരു പരീക്ഷയ്ക്ക് മാത്തമാറ്റിക്സിന്റെ ഒരു 10 ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് വിചാരിക്കുക. അതിൽ 7 എണ്ണം എളുപ്പമുള്ളതായിരിക്കും, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത്. 3 എണ്ണം ചലഞ്ചിങ് ആയിരിക്കും. ആ 3 ചോദ്യങ്ങൾ അടിച്ചെടുക്കുന്നവൻ എപ്പോഴും മുൻനിരയിൽ തന്നെയായിരിക്കും, അല്ലെങ്കിൽ അയാള് റാങ്ക് പട്ടികയിൽ ഏറ്റവും ആദ്യം കിടക്കുന്ന ആളായിരിക്കും. കാരണം ബാക്കിയുള്ളവർ തെറ്റിക്കുന്ന ആ 3 ചോദ്യങ്ങൾ ശരിയാക്കുന്നവൻ ആരോ അവൻ എപ്പോഴും രാജാവായിരിക്കും. അത് നിങ്ങളായിരിക്കണം, അല്ലെങ്കിൽ രാജ്ഞിയായിരിക്കും, അത് നിങ്ങളായിരിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ നമ്മൾ മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോഴായിക്കോട്ടെ, ഇനി വരാൻ പോകുന്ന അടുത്ത ഘട്ടം തയ്യാറെടുക്കുമ്പോഴായിക്കോട്ടെ, ഈ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാവരും തെറ്റിക്കുന്ന ചോദ്യം ഇനി അങ്ങോട്ട് നമുക്ക് ശരിയാക്കണം. അവിടെ നമ്മൾ വലിയ വിജയങ്ങൾ സൃഷ്ടിക്കും. ഓക്കെ ആണല്ലോ? അപ്പൊ ആ രീതിയിലുള്ള ചോദ്യങ്ങൾ, ഈ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് ഏതൊക്കെ ടോപ്പിക്കുകളിലെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നുള്ളത് ഒന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ ആദ്യം ചോദിച്ച ചോദ്യം, ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യം, ഈ കഴിഞ്ഞ 2 ഘട്ടങ്ങളിലെയും അപേക്ഷിച്ച് നോക്കിയാൽ ഇതാണെന്ന് പറയാനായിട്ട് സാധിക്കും. ഏതാണ് ആ ചോദ്യം? The product of a 4-digit number 1a 4b and a single digit b is 8a 2b. What is the value of the digit a? ഞാൻ ഇംഗ്ലീഷ് വായിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല, കേരള PSC വ്യക്തമായിട്ട് പറയുന്നുണ്ട്, മലയാളം ചോദ്യത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നാൽ അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ അതിനായിരിക്കും പ്രാതിനിധ്യം കൊടുക്കുക. അവിടെയും തെറ്റുണ്ടെങ്കിലാണ് അത് ചലഞ്ച് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഡിഗ്രി ലെവൽ പരീക്ഷ എഴുതുന്ന നിങ്ങൾ ഇംഗ്ലീഷ് എന്തായാലും അറിഞ്ഞിരിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഇംഗ്ലീഷിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് വരിക. ചിലർ മലയാളം മാത്രം വായിച്ചു പോകുന്ന ഒരു ശൈലിയുണ്ട്. മലയാളത്തിലുള്ളത് ഇപ്പുറം ഇംഗ്ലീഷിലും തമ്മിൽ ചോദ്യത്തിൻ്റെ അർത്ഥങ്ങൾ വരെയും മാറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ പരീക്ഷയ്ക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു താനും. അതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ചോദ്യത്തെ സംബന്ധിച്ച് നോക്കുക, 1a 4b എന്ന് പറയുന്ന ഒരു നമ്പറിനെ മറ്റൊരു സംഖ്യയായ b കൊണ്ട് ഗുണിക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്നത് 8a 2b എന്ന സംഖ്യയാണ്. ഓക്കെ ആണല്ലോ? ഇവിടെ ഏതാണ് ആ എയുടെ വാല്യൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ പല മെത്തേഡുകളുണ്ട്. അതിൽ 2 മെത്തേഡുകളാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടിലും ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ആദ്യം ഞാൻ അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ ഇവിടെ ഒരു കാര്യം അസ്വാഭാവികമായി ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഇതിനോടകം തന്നെ. എന്താണ് ആ അസ്വാഭാവികമായി നിങ്ങൾ ശ്രദ്ധിച്ച കാര്യമെന്ന് ചോദിച്ചാൽ, ഇവിടെ ഈ പറയുന്ന നമ്മളോട് ഗുണിക്കാൻ തന്നിരിക്കുന്ന 2 സംഖ്യകളുടെയും ആ യൂണിറ്റ് ഡിജിറ്റ് പ്ലേസ് ഒറ്റയുടെ സ്ഥാനത്ത് ബി തന്നെയാണ്. നമുക്ക് ഗുണിക്കാൻ തന്നിരിക്കുന്ന 2 സംഖ്യകളുടെയും ഒറ്റയുടെ സ്ഥാനത്ത് ബി ആണ്. അതേപോലെ അത് ഗുണിച്ച് കിട്ടുന്ന ഉത്തരമായിട്ടുള്ള 8a 2b എന്ന് പറയുന്ന സംഖ്യയുടെയും ഒറ്റയുടെ സ്ഥാനത്ത് അതേ ബി തന്നെ. നമുക്ക് ഗുണിക്കാൻ തന്നിരിക്കുന്ന 2 സംഖ്യകളുടെ ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യ ഏതാണോ അത് തന്നെയാണ് അവ ഗുണിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന ഉത്തരത്തിന്റെ ഒറ്റയുടെ സ്ഥാനത്തുമുള്ളത്. അങ്ങനെ വരാൻ സാധ്യതയുള്ള ചില സംഖ്യകളുണ്ട്. എല്ലാവർക്കും അങ്ങനെ പ്രത്യേകത ഇല്ല. ഓക്കെ ആണല്ലോ? കാരണം നമ്മൾ മനുഷ്യരെ പോലെ തന്നെ നമ്പേഴ്സിനും പ്രത്യേകതകളുണ്ട്. അങ്ങനെ ഒരു പ്രത്യേകതയാണത്. ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ ഈ ചില നമ്പറുകൾ 0 മുതൽ 9 വരെയുള്ള ചില നമ്പറുകൾക്ക് മാത്രമേ ആ ഒരു യോഗ്യതയുള്ളൂ. അതായത് ഈ ബി എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്പർ സിസ്റ്റത്തിനകത്ത്, ഒന്നെങ്കിൽ 0 ആയാൽ, അല്ലെങ്കിൽ 1 ആയാൽ, അല്ലെങ്കിൽ 5 ആയാൽ, അല്ലെങ്കിൽ 6 ആയാൽ. ഈ 0, 1, 5, 6 എന്ന് പറയുന്ന സംഖ്യകൾക്ക് മാത്രമുള്ള പ്രത്യേകതയാണ് ഒറ്റയുടെ സ്ഥാനത്ത്, അതായത് 2 സംഖ്യകൾ ഗുണിക്കുമ്പോൾ അവയുടെ ഒറ്റയുടെ സ്ഥാനത്ത് 0, 1, 5, 6 ആണെങ്കിൽ അവർ തമ്മിൽ ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തും അതേ സംഖ്യ തന്നെയായിരിക്കും. ഒരു എക്സാമ്പിൾ വെറുതെ നോക്കിക്കഴിഞ്ഞാൽ, ഇനി മനസ്സിലാകാത്തവർക്ക് വേണ്ടി മാത്രം ഒന്ന് കാണിച്ചു തരികയാണ്. ചുമ്മാ കുറച്ച് എക്സാമ്പിൾ നോക്കിയാൽ, നിങ്ങളിപ്പോൾ 20 × 30 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എത്രയാണ്? 600 ആണ്. 600ന്റെ ഒറ്റയുടെ സ്ഥാനത്ത് ഏതാണടാ? 0 തന്നെ. ഇനി മറ്റൊന്ന് 11 × 11
ചെയ്താൽ 121 കിട്ടുന്നത്. നോക്കിക്കേ, 1 1 ഉത്തരത്തിന്റെ ഒറ്റയുടെ സ്ഥാനത്തും 1. അടുത്തത് 25 × 5 ചെയ്താൽ 25 × 5 ചെയ്താൽ കിട്ടുന്നത് 125 5 5 5 തന്നെ. ഇനി അടുത്തത് 36 × 6 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എത്രയാണ്? 6 6 36 ഇഷ്ടം 3 216 6 6 6. അപ്പൊ ഇതല്ലാതെ വേറൊരു സംഖ്യ നിങ്ങൾ ചുമ്മാ എടുത്ത് നോക്കും. അപ്പൊ 12 × 2 ചെയ്ത് കഴിഞ്ഞാൽ 24 വരുന്നത്. 2 2 4 കണ്ടോ? എന്ത് വരില്ല? അത് തന്നെ വരില്ല. അപ്പൊ യൂണിറ്റ് ഡിജിറ്റ്, അതായത് രണ്ട് സംഖ്യകളുടെ യൂണിറ്റ് ഡിജിറ്റ് സെയിം ആണ്, അത് തമ്മിൽ ഗുണിച്ചു കഴിയുമ്പോഴും അതേ യൂണിറ്റ് ഡിജിറ്റ് തന്നെ വരണമെങ്കിൽ ആരായിരിക്കണം? 0 1 5 6 ഇതിലേതെങ്കിലും ആയിരിക്കണം. അപ്പൊ ഇതിലേതാണ് ഇവിടെ വരുന്നതെന്ന് നമുക്കറിയണം. ഓക്കെ ആണല്ലോ? ഇതിലേതാണ് ഇവിടെ വരുന്നത് എന്ന് നമുക്കറിയണം. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നേരെ ഇട്ട് കൊടുക്കുക. ബി എന്ന് പറയുന്നത് ആദ്യം 0 ആയാൽ 1 7 2 1 7 4 0 × 0. ഏതൊരു സംഖ്യയെ 0 കൊണ്ട് ഗുണിച്ചാലും 0 ആണ്. എന്നാൽ ഇവിടെ കിട്ടിയിരിക്കുന്ന 0 ആണോ? അല്ല, 8000 കൂട്ടിയുള്ള ഒരു സംഖ്യയാണ്. 8000 കൂട്ടിയുള്ള സംഖ്യ 0 അല്ല. അപ്പൊ 0 എന്നുള്ള ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? 0 എന്നുള്ള ഓപ്ഷൻ നമുക്ക് തള്ളിക്കളയാം. അടുത്തത് 1 1 7 4 1 ഞാൻ 1 ഇട്ട് കൊടുത്തു ബിയുടെ സ്ഥാനത്ത്. × 1 ചെയ്താൽ അതേ സംഖ്യ തന്നെ വരും. 1 7 4 1 തന്നെ വരും. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? നമുക്ക് കിട്ടിയിരിക്കുന്നത് 8000 കൂട്ടിയുള്ളതാണ് ഉത്തരം വരുന്നത്. 8000 ശിഷ്ടം വരുന്നത്, 8000 സംതിങ് വരുന്നത്. നമുക്കിവിടെ 1 വന്നു കഴിഞ്ഞാൽ 1000 സംതിങ് ആണ് വരുന്നത്. അപ്പൊ ഒന്നും അവിടെ വരാൻ യോഗ്യനല്ല എന്ന് മനസ്സിലാക്കി. പിന്നെ ഇവിടെ വരാൻ സാധ്യതയുള്ളത് 5ഉം 6ഉം മാത്രമാണ്. നമുക്ക് അതൊന്ന് ഇട്ട് നോക്കാം. 5 വരുന്നതെങ്കിൽ 1 7 4 5 × 5 ചെയ്ത് കഴിയുമ്പോൾ എന്ത് വരും? ഇവിടെ 5 തന്നെ വരും. അപ്പോൾ അത് ശരിയായി. ഇനി I4 20, ഇവിടെ 5 5 25 ശിഷ്ടം 2, I4 22 22. ദാ ഇവിടെയും 2 ഇവിടെയും 2. അപ്പൊ 5 വരാൻ യോഗ്യനാണ്. ഇവിടെ 7ഉം 8ഉം ആണ് വരുന്നത്. അതേതാണെന്ന് അറിയത്തില്ല. ഈ 2 വെച്ച് ഇവിടെ 2 വരുന്നുണ്ട്, ദാ ഇവിടെയും 2. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 5 ഈ കൂട്ടത്തിൽ വരാൻ യോഗ്യനാണ് എന്ന് മനസ്സിലായി. ഇനി നമുക്ക് 6 യോഗ്യതയുള്ളവനാണോ നോക്കാം. 6 എന്ന് പറയുന്ന സംഖ്യ യോഗ്യതയുള്ളവനാണോ നോക്കാം. എന്താണ്? 1 7 4 6 × 6 ചെയ്താൽ 6 6 36, ഇവിടെ ശിഷ്ടം 3 വരും. 6 4 24 3 27 എന്നാണ് വരുന്നത്. ഇത് ഗുണിക്കുമ്പോൾ ഇവിടെ ഈ സ്ഥാനത്ത്, അതായത് 10ന്റെ സ്ഥാനത്ത് 10th ഡിജിറ്റ് പ്ലേസിൽ 7 ആണ് വരുന്നത്. പക്ഷേ നമ്മുടെ ചോദ്യം അനുസരിച്ച് അവിടെ വരേണ്ടത് ഏതാണ്? 2. അപ്പൊ ഇവൻ വരുവോ? ഇല്ല, 6 വരില്ല. അപ്പൊ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, ഉറപ്പായിട്ടും 5 ആയിരിക്കും എന്ത്? നമ്മുടെ ആ ബിയുടെ സ്ഥാനത്ത് വരുന്നത്. ബിയുടെ വാല്യൂ 5. ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാനാ പറഞ്ഞെങ്കിൽ ഇവിടം കൊണ്ട് നിർത്താമായിരുന്നു. പക്ഷെ അതല്ല നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ്? ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. 1 7 4 5 × 5 ചെയ്താൽ 8 7 2 ബി ലഭിക്കും. ഓക്കെ ആണല്ലോ? 2 5 2 5. ഓക്കെ, ഇനി ഇത് നമുക്ക് കിട്ടി. ഇവിടെ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ പറയുന്ന, അതായത് നമ്മുടെ എയുടെ വാല്യൂ ഇതുപയോഗിച്ച് ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കണം. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇനി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അത് ചെയ്യാൻ വേണ്ടിയിട്ട് 2 രീതികളുണ്ട്. 2 രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? അത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഇത് ഫോക്കസ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ദേ നോക്കിക്കോ, ഇവിടെ ഇതാണല്ലോ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അതായത് 1 7 4 5, അതായത് 1 7 4 5 × 5 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1 7 4 5 × 5. ഞാൻ ഇതിനെ സ്ഥാനവിലകൾ അനുസരിച്ച് ഒന്ന് വിചലിമ്പിപ്പിച്ച് എഴുതുകയാണ്. അതായത് 1000 ഇപ്പൊ 8000, ഇപ്പം 565 എനിക്ക് ചുമ്മാ 500 5 × 100 പ്ലസ് 6 × 10 പ്ലസ് 5 എഴുതൂലേ എന്ന് പറയുന്ന പോലെ 1 7 4 5 എനിക്ക് ഇങ്ങനെ എഴുതാലോ. 1 × 1000 പ്ലസ് 7 × 100 പ്ലസ് 4 × 10 പ്ലസ് 5 എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ ആണേ? ഞാൻ എന്ത് ചെയ്തു? സ്ഥാനവില അനുസരിച്ച് എഴുതി. ഇനി 1 7 4 5 × 5 എന്ന് പറയുന്ന അർത്ഥം എന്താണ്? 1 × 1000 പ്ലസ് 1 × 1000 1 × 1000 1 × 1000 പ്ലസ് 7 × 100 പ്ലസ് 4 × 10 പ്ലസ് 5 × 5 എന്നാണ്. ഇതെന്ത് വരും? 1000 പ്ലസ്
എ ഇൻറ്റു 100 എന്തെന്ന് എഴുതാനായിട്ട് പറ്റും? 100 എന്ന് എഴുതാനായിട്ട് പറ്റും. 100 പ്ലസ് 40 പ്ലസ് 5 ഇൻറ്റു 5 എന്ന് വരും. ഇതെന്താണ്? 5 ഇൻറ്റു 1000 5000 പ്ലസ് 100 ഇൻറ്റു 5 500 പ്ലസ് 40 ഇൻറ്റു 5 200 എന്ന് വരും. ഇനി 5 ഇൻറ്റു 5 25 എന്ന് വരും. 5000 200 25 5225 പ്ലസ് 500 എന്ന് വരും. അതായത് ദേ ഇത് ഗുണിച്ചു കഴിയുമ്പോൾ കിട്ടേണ്ട ഉത്തരം 5225 പ്ലസ് 500 എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. ഇനി ചോദ്യപ്രകാരം നമുക്കറിയാം ഇത് കിട്ടേണ്ടത്, ശരിക്കും നിങ്ങൾക്ക് കിട്ടേണ്ടത് എത്രയാണ്? 8 8 അതിനെ എനിക്ക് എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും? ദേ ഇങ്ങനെ എഴുതാൻ മേലള 8 ഇൻറ്റു 1000 പ്ലസ് 7 ഇൻറ്റു 100 പ്ലസ് 2 ഇൻറ്റു 10 പ്ലസ് 5 എന്ന് പറഞ്ഞാൽ ദാ ഇങ്ങനെ എഴുതാം. 8000 പ്ലസ് 100 പ്ലസ് 20 പ്ലസ് 5 എന്ന് പറഞ്ഞാൽ ദാ ഇതിന് ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും. 8000 20ഉം 5ഓട് കൂട്ടുമ്പോൾ 8025 പ്ലസ് 100. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ആ വസ്തുത എന്ന് പറയുന്നത്, ദേ ഈ കിട്ടുന്ന ഉത്തരം, അതായത് ഈ കിട്ടുന്ന ഈ ഉത്തരം ഇത് എന്തിനോട് തുല്യമായിരിക്കണം? 8 7 2 5 തുല്യമായിരിക്കണം. അതായത് ഇവർ രണ്ടുപേരും ഈക്വൽ ആയിരിക്കണം. ഓക്കെ ആണല്ലോ. അതായത് 1 7 4 5 ഇൻറ്റു 5 ചെയ്യുമ്പോൾ 8 7 2 5 കിട്ടണമെന്ന് പറഞ്ഞാൽ ദേ ഇതാണ് അവിടുത്തെ കാര്യം. അതായത് 5225 പ്ലസ് 500 എന്ന് പറയുന്നത് എന്തായിരിക്കണം? 8025 പ്ലസ് 100 തുല്യമായിരിക്കണം. ഇനി എന്ത് ചെയ്യുന്നു? ഈ 5225 ഇപ്പുറത്തേക്കും ഈ 100 ഇപ്പുറത്തേക്കും എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 500 മൈനസ് 100 ഈക്വൽ ടു 8025 മൈനസ് 5225 എന്ന് വരും. അതിൻ്റെ അർത്ഥം എന്താണടാ? അതിൻ്റെ അർത്ഥം എന്താണ്? ദാ നോക്കുക, 500 മൈനസ് 100 എന്ന് പറഞ്ഞാൽ 400 ഈക്വൽ ടു 8025 5225 പോയാൽ 2800 കിട്ടും. 0 പോയി 0 പോയി 0 പോയി 0 പോയി. 4 ഈക്വൽ ടു 28, അഥവാ ഈക്വൽ ടു 28/4 എന്ന് വരും. 7 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഇതിപ്പോൾ ഇത്രയും വിശാലമായിട്ട് എഴുതിയത് നിങ്ങൾക്കത് പറഞ്ഞു തരുന്നത് കൊണ്ടാണ്. ഇത്രയും എഴുതേണ്ട ആവശ്യമില്ല, ഈ സ്റ്റെപ്പ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല, നേരെ അങ്ങോട്ട് എഴുതാൻ കേട്ടോ. 5000 പ്ലസ് 500 പ്ലസ് 225, അല്ലെങ്കിൽ 500 പ്ലസ് 200 പ്ലസ് 25 ഈക്വൽ ടു 8000 പ്ലസ് 100 പ്ലസ് 20 പ്ലസ് 5 എന്ന് എഴുതിയിട്ട് നേരെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഒറ്റ സ്റ്റെപ്പിൽ ഇത് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാനായിട്ട് സാധിക്കും. അത് സ്ഥാനവിലകളെ പറ്റി വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ചിലർക്ക് ഇതങ്ങ് ദഹിച്ച് കാണില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടി മറ്റൊരു രീതി കൂടിയുണ്ട്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1 4 5 ഇൻറ്റു 5 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 8 2 5 കിട്ടും. അതുവരെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഇവിടെ വരുന്നത്. ബിയുടെ സ്ഥാനത്ത് 5 വരുന്നത് എന്ന് കണ്ടുപിടിക്കുന്നവരെ കറക്റ്റാണ്. ഇനി അങ്ങോട്ട് സ്ഥാനവില അല്ലാതെ മറ്റു രീതിയാണ് ചെയ്യാൻ പോകുന്നത് എങ്കിൽ എങ്ങനെ വരുമെന്നുള്ളത് നോക്കാം. ദാ അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് സാധിക്കും. 1 4 5 ഇൻറ്റു 5 ചെയ്യുമ്പോൾ 5 5 25, ശിഷ്ടം 2 വരുന്നു. I 4 22 22, ഇവിടെ ദാ ശിഷ്ടം 2 വരുന്നു. ഇനി 5 ഇൻറ്റു 5 ഗുണം പ്ലസ് 2 ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു ശിഷ്ടം കിട്ടുന്നു, അതവിടെ എഴുതി. അത് ഇങ്ങോട്ട് എഴുതുമ്പോൾ ഇവിടെ ഒരു സംഖ്യ വരുന്നു. ആ കിട്ടിയ ഉത്തരത്തിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തുള്ളത് എഴുതുമ്പോൾ അവിടെ എന്താ വരേണ്ടത്? തന്നെ വരണം. പിന്നെ ഇവിടെയുള്ളത് എഴുതുമ്പോൾ എത്രയാണ് വരുന്നത്? 8 എന്ന് വരണം. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ. 5 ഇൻറ്റു 1 5. ആ 5ൻ്റെ കൂടെ ഏതോ ഒരു സംഖ്യ കൂട്ടിയിട്ട്, ഇപ്പോൾ ഇവിടെയുള്ള ആ സംഖ്യ കൂട്ടി 5 ഇൻറ്റു 1 ചെയ്തു. അതിൻ്റെ കൂടെ ഈ സംഖ്യ കൂടി കൂട്ടുമ്പോൾ കിട്ടേണ്ടത് എത്രയാണ്? 8. അങ്ങനെയെങ്കിൽ ഈ സംഖ്യ ഏതായിരിക്കണം? ഈ സംഖ്യ മറ്റൊന്നുമല്ല, 8ൽ നിന്നും 5 പോയിട്ടുള്ള 3 ആയിരിക്കണം. ഓക്കെ ആണല്ലോ. അപ്പം നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. ദാ നോക്കിക്കേ, 5 ഇൻറ്റു 5ഉം യും കൂടി ഗുണിച്ച് 2 ആ കൂടെ കൂട്ടിയാൽ 5 ഇൻറ്റു 5ഉം യും ഗുണിച്ച് 2 ആ കൂടെ കൂട്ടിയാൽ കിട്ടുന്നത് ഒരു 2 അക്ക സംഖ്യയാണ്. അതിൻ്റെ ആദ്യത്തെ സംഖ്യ അല്ലെങ്കിൽ 10th ഡിജിറ്റ് പ്ലേസിൽ 3, 1st ഡിജിറ്റ് പ്ലേസിൽ ഏതായിരിക്കണം? തന്നെ ആയിരിക്കണം. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങൾ നോക്കിക്കേ,
അഞ്ചിന്റെ ഒരു ഗുണിതം അതിൽ 3-ൽ തുടങ്ങണം. 5ന്റെ ഏതൊക്കെ ഗുണിതമാണ് 3-ൽ തുടങ്ങുന്നത്? 5 × 6 ആയിട്ടുള്ള 30 ഉണ്ട്, 5 × 7 ആയിട്ടുള്ള 35 ഉണ്ട്. ബാക്കിയെല്ലാം വേറെ ഒന്നും 3-ൽ തുടങ്ങുന്നില്ല. 5ന്റെ ഏത് ഗുണിതമാണ് 3-ൽ തുടങ്ങുന്നത്? 2 ഗുണിതങ്ങളേ ഉള്ളൂ, 30ഉം 35ഉം. അപ്പൊ ഇവിടെ എ എന്നുള്ളത് 6 ഇട്ട് കൊടുത്താൽ 5 × 6 + 2 ചെയ്താൽ 32. 30 + 2 32 വരുന്നത്. ഇവിടെ 6 വന്നു, ഇവിടെ 2 വന്നു. അങ്ങനെയല്ല വരേണ്ടത്. ഒറ്റയുടെ സ്ഥാനത്ത് രണ്ടും സെയിം സംഖ്യ വരണം. അപ്പൊ അടുത്ത് നോക്കാം. 5 × 7 + 2 ചെയ്താൽ 5 × 7 35. 35ഉം 2ഉം 37. ദാ നോക്കടാ, ഇവിടെ 7 ആണ്, ഈ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തും 7 ആണ്. അപ്പൊ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 7 എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഈ പറയുന്ന മൾട്ടിപ്പിൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും. 30 2 32 കൂട്ടിക്കഴിഞ്ഞാൽ 32 വന്നു കഴിഞ്ഞാൽ ഈ എയുടെ സ്ഥാനത്തും ഇവിടെയും സെയിം സംഖ്യ വരില്ല. 32 വന്നാൽ ഇവിടെ കാര്യം നടക്കില്ല. ഇവിടെ 7 വന്നാലാണ് ഇവിടെയും 7 വരിക. നോക്കാം, 5 × 7 + 2 35 2 37. ആ 7 ആണ് താഴേക്ക് ഇടുന്നത്, 3 ആണ് അപ്പുറത്തേക്ക് പോകുന്നത്. ഓക്കെ ആണല്ലോ, ക്ലിയർ അല്ലേ? അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഗുണനത്തിന്റെ ലോജിക്ക് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്, വേറെ ഒരു ഫോർമുലയല്ല. മറ്റേടത്ത് നമ്പർ സിസ്റ്റത്തിൽ പഠിക്കുന്ന പ്ലേസ് വാല്യൂ, നമ്മുടെ പ്ലേസ് വാല്യൂവിൻ്റെ അകത്ത് പ്ലേസ് വാല്യൂ വെച്ചിട്ടാണ് ആദ്യം ഇത് സോൾവ് ചെയ്തത്. ഇത് ലളിതമായിട്ടുള്ള ഗുണനത്തിന്റെ രീതി വെച്ചിട്ട് സോൾവ് ചെയ്യുന്നു. അത്യാവശ്യം നല്ല ഒരു കട്ടി ചോദ്യം തന്നെയാണ്. ഓക്കെ, ഇത് ശരിയാക്കുന്നത് 9 പേര് എഴുതി കഴിഞ്ഞാൽ 10 പേര് എഴുതി കഴിഞ്ഞാൽ 9 പേരും തെറ്റിക്കുന്നതോ വിട്ടുകളയുന്നതോ ആയിട്ടുള്ള ചോദ്യമാണ്. ഒരാൾക്ക് മാത്രമാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത് കറക്കി കുത്തുന്ന ചിലർക്ക് വേണമെങ്കിൽ കിട്ടും കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം ദാ നോക്കിക്കേ. ഇവിടെ ഇത് കൃത്യമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ അല്ല, ചോദ്യം നിങ്ങളെ ചതിച്ചത്. അതായത് phase 2-ൽ പരീക്ഷ എഴുതിയ ഒരുപാട് ഉദ്യോഗാർത്ഥികളെ ചോദ്യം ചതിച്ച ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഓപ്ഷൻ ചതിച്ച ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ചോദ്യം ചതിക്കുന്ന ഒരു സാഹചര്യമാണിത്. ഞാനിവിടെ ഒരു വിദ്യാർത്ഥി ഒരു പരീക്ഷയിൽ 30% മാർക്ക് നേടി, നല്ല കുട്ടി. വിദ്യാർത്ഥിക്ക് എത്ര കിട്ടി? 30% കിട്ടി. പരീക്ഷ പാസ്സാകാൻ വിദ്യാർത്ഥിക്ക് 10% കൂടുതൽ മാർക്ക് ആവശ്യമാണ്, നല്ല കൊച്ച്. പരീക്ഷ പാസ്സാവണമെങ്കിൽ എന്താണ്? അവന് 10% മാർക്കോടെ വേണമായിരുന്നു. അപ്പൊ സിമ്പിൾ ആയിട്ട് +10%. അങ്ങനെയെങ്കിൽ വിജയ ശതമാനം എത്രയായിരിക്കൂടാ? 30 40 10 കൂടെ കൂട്ടി 40%. ഓപ്ഷൻ സി. കറപ്പിച്ചാൽ അവിടെ ചോദ്യചിഹ്നം പോലെ ചമ്മിയിരിക്കേണ്ടി വരും എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ. കാരണം ഇങ്ങനെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, കേരള PSC ഡിഗ്രി ലെവല് ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഇത്രയും എളുപ്പമുള്ള ചോദ്യം ചോദിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പൊ എന്തോ ഒരു ട്വിസ്റ്റ് അവിടെ നടന്നിട്ടുണ്ട്, എന്തോ ഒരു കാര്യം അവിടെ മിസ്സായിട്ടുണ്ട്. ഒന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ഇംഗ്ലീഷ് കൂടി ഒന്ന് വായിച്ചു നോക്കുക. ഞാൻ ആദ്യം മലയാളം വായിച്ചത് അതിന് വേണ്ടിയാണ്. എ സ്റ്റുഡന്റ് സ്കോർഡ് 30% ഇൻ ആൻ എക്സാമിനേഷൻ. അവിടം വരെ ഒരു പ്രശ്നവുമില്ല. He needs 10% more of his marks to pass the exam. ഇതാണ് എന്ത് പറയുന്നത്? ലോക്ക് എന്ന് പറയുന്നത്. അതായത് അവന് 10% കൂടി മാർക്ക് വേണം. ഏതിന്റെ 10%? അവൻ മേടിച്ച മാർക്കിന്റെ 10% കൂടി ഉണ്ടെങ്കിലേ അവൻ പാസ്സാകൂ. എന്ന് പറഞ്ഞാൽ 30%ന്റെ 10%, 10% of 30% എന്ന് പറഞ്ഞാൽ 30ന്റെ 10% കാണാൻ, ഒരു സംഖ്യയുടെ 10% കാണാൻ അതിൽ നിന്ന് ഒരു 0 കളഞ്ഞാൽ മതി. 3% എന്നായിരിക്കും ഉത്തരം. ഇനി അത് കണ്ടുപിടിക്കാൻ പാടാണെങ്കിൽ 30%ന്റെ 10% കാണാൻ 30% എന്നാൽ 30/100, 10% എന്നാൽ 10/100. 0 പോയി. ഇതെന്ത് വരും? 3/100 എന്ന് വരും. 3/100 എന്ന് പറഞ്ഞാൽ 3%. സോ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? 30% + 3% = 33% എന്നതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ എ ആയിരിക്കും കേട്ടോ. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ കേരള PSCക്ക് സംഭവിക്കും. അതേ അബദ്ധം നിങ്ങൾക്ക് സംഭവിച്ചാൽ ആ ചോദ്യം പോകും. ഞാൻ പറഞ്ഞു, ഇവിടെ ചലഞ്ച് ചെയ്താൽ ഇത് ക്യാൻസൽ ആകാൻ പോകുന്നില്ല. കാരണം ഇതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ കൃത്യമായിട്ടുള്ള ചോദ്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മലയാളത്തിലാണ് അബദ്ധം സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? ശരി, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. A person invested a certain amount at a rate 8% simple interest for 2 years. If he invested the same amount compounded annually for 2 years, then the difference between the interest amount would be 5% of the invested amount. Find the rate of compound interest.
പെട്ടെന്ന് വായിക്കുമ്പോൾ ചിലർക്ക് മനസ്സിലായെന്ന് വരില്ല. എന്നാൽ ഒന്ന് നിർത്തി നിർത്തി വായിച്ചു കഴിഞ്ഞാൽ ഈ സാധനം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ചെയ്യാനും 2 രീതികളുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഫോർമുലയുടെ സഹായത്തോടെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോജിക്കലായിട്ട് കണക്ട് ചെയ്തുകൊണ്ടും ഇത് ചെയ്യാനായിട്ട് സാധിക്കും. ഒരാൾ ഒരു നിശ്ചിത തുക 8% സാധാരണ പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് നിക്ഷേപിച്ചു. ഒരാൾ നിക്ഷേപിച്ച തുക പി ആണ്, മൂലധനം എന്ന് വിചാരിക്കുക. അദ്ദേഹം എന്താണ് 8% സിമ്പിൾ ഇൻട്രസ്റ്റിന് പലിശ നിരക്ക് തന്നിരിക്കുന്നു. സിമ്പിൾ ഇൻട്രസ്റ്റ്, സാധാരണ പലിശ നിരക്കാണ് 8% എന്ന് പറയുന്നത്. അതായത് സാധാരണ പലിശ നിരക്ക് 8% തന്നിരിക്കുന്നു. എത്ര വർഷത്തേക്കാണ്? 2 വർഷത്തേക്ക് നിക്ഷേപിച്ചു. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. ഇനി എന്താണ് പറയുന്നത്? അതേ തുക വാർഷികമായി 2 വർഷത്തേക്ക് കോമ്പൗണ്ട് ചെയ്താൽ പലിശ തുകകൾ തമ്മിലുള്ള വ്യത്യാസം നിക്ഷേപിച്ച തുകയുടെ 5% ആയിരിക്കും. ഇനി ഇതേ തുക തന്നെ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? 2 വർഷത്തേക്ക് കൂട്ടുപലിശ നിരക്കിൽ നിക്ഷേപിച്ചു. ഓക്കെ ആണല്ലോ? അങ്ങനെയെങ്കിൽ പറയുന്നത് അവ തമ്മിലുള്ള വ്യത്യാസം, ഈ കൂട്ടുപലിശയും അത് പലിശ തുകകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അദ്ദേഹം നിക്ഷേപിച്ച പൈസയുടെ 5% എന്ന് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം നിക്ഷേപിച്ച പൈസയുടെ 5% പറഞ്ഞിരിക്കുന്നു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? എങ്കിൽ കോമ്പൗണ്ട് പലിശ നിരക്ക് എത്രയാണ്? എങ്കിൽ അദ്ദേഹത്തിന് ലഭിക്കേണ്ട കൂട്ടുപലിശ നിരക്ക് എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ എല്ലാം നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ആ ചോദ്യം വളരെ സമാധാനത്തോടു കൂടി ചെയ്ത് മുമ്പോട്ട് വരാം. നോക്കിക്കോ, ഇവിടെ ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറയുന്നത് 2 രീതിയിൽ ഇത് ചെയ്യാനായിട്ട് പറ്റുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആദ്യം 2 വർഷത്തേക്ക് ഉള്ള സാധാരണ പലിശ എന്ന് പറയുന്നത് എത്രയാണ്? 1 വർഷത്തേക്ക് 8% ആണെങ്കിൽ 2 വർഷത്തേക്ക് 2 × 8 = 16%. 16%. ഓക്കെ ആണല്ലോ? അതായത് അദ്ദേഹത്തിന് കിട്ടിയ സാധാരണ പലിശ എന്ന് പറയുന്നത് മുതലിൻ്റെ 16%. 16% ഓഫ് പി. ഓക്കെ. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ടടാ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം, കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം അദ്ദേഹം നിക്ഷേപിച്ച പൈസയുടെ 5% പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്നും എന്ത് പറയാം? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 5% ഓഫ് പി പ്ലസ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ? അതായത് കൂട്ടുപലിശ എത്രയാണെന്ന് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. സാധാരണ പലിശ തന്നിട്ടുണ്ടെങ്കിൽ കൂട്ടുപലിശ എന്ന് പറയുന്നത് എന്താണ്? സാധാരണ പലിശയുടെ കൂടെ നിക്ഷേപിച്ച തുകയുടെ 5% കൂടി കൂട്ടിയാൽ മതി. സാധാരണ പലിശയുടെ കൂടെ നിക്ഷേപിച്ച തുകയുടെ 5% കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ ഇവിടെ എത്രയാണ് വരുന്നത്? 16% ഇൻറ്റു പി, 16% ഓഫ് പി പ്ലസ് 5% ഓഫ് പി എന്ന് പറയാൻ എത്ര വരും? 21% ഓഫ് പി എന്ന് വരും. ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ? ഇനി ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫോർമുല ഉണ്ട്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. പി ഇൻറ്റു 1 പ്ലസ് r/100 ഓൾ റേസ് ടു n മൈനസ് പി. ഇവിടെ എന്നിൻ്റെ വില 2 ആണ്. ഓക്കെ ആണല്ലോ? 2 വർഷത്തേക്ക് തന്നെയാണ് അദ്ദേഹം അത് നിക്ഷേപിച്ചത്. അപ്പോൾ അതിവിടെ ഡയറക്റ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 21% ഓഫ് പി അല്ലേ? അപ്പം 21% ഓഫ് പി ഈക്വൽ ടു, ഇവിടെ 2 എടുത്തും പി വെളിയിലെടുത്താൽ പി ഇൻറ്റു 1 പ്ലസ് r/100 ഓൾ റേസ് ടു r/100 ഹോൾ റേസ് ടു 2 എന്ന് പറയാം. എന്നിൻ്റെ വില 2 അല്ലേ? 2 വർഷത്തേക്കാണ്. മൈനസ് ഇവിടെ ഒരു പി പുറത്തെടുത്തപ്പോൾ ഇവിടെ 1 ആയി. ഓക്കെ ആണല്ലോ? ഇനി എന്താ സംഭവിക്കുന്നത്? പിയും വെട്ടിപ്പോയി. 21% എന്ന് പറയാൻ എത്രയാണടാ? 0.21 ഈക്വൽ ടു 1 പ്ലസ് 6/100 ഓൾ റേസ് ടു 2 മൈനസ് 1. ഇനി എന്ത് ചെയ്യുന്നു? ഈ -1നെ ഇപ്പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ എന്താകും? +1 ആകും. -1 ഇപ്പുറം +1 ആകും. 1 പ്ലസ് 0.21 1.21 സമം 1 പ്ലസ് 6/100 ഓൾ സ്ക്വയർ എന്നാകും. ഇതെന്ന് പറഞ്ഞാൽ 121/100 ഈക്വൽ ടു 1 പ്ലസ് 6/100 ഹോൾ സ്ക്വയർ എന്നാകും. ഈ സ്ക്വയർ കളയാൻ വേണ്ടി 6 കണ്ടുപിടിക്കേണ്ടത്. 6 കണ്ടുപിടിക്കാൻ ആദ്യം എന്ത് ചെയ്യണം? അവൻ്റെ മേളിലുള്ള സ്ക്വയറിനെ അങ്ങ് മാറ്റണം. 2 ഭാഗത്തും സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. നിങ്ങൾക്കറിയാം 121 എന്ന് പറഞ്ഞാൽ 11ൻ്റെ സ്ക്വയർ ആണ്. 100 എന്ന് പറഞ്ഞാൽ 10ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ 2 സ്ഥലത്ത് എന്ത് വരും? 11/10
സ്ക്വയർ റൂട്ട്, കാരണം 121 11ന്റെ സ്ക്വയർ ആണ്, 100 10ന്റെ സ്ക്വയർ ആണ്. 11/10 ഈക്വൽ ടു 1 + 6/100 എന്ന് വരും. ഈ ഒന്നിനെ ഇപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 11/10 11/10 - 1 ഈക്വൽ ടു 6/100 എന്ന് വരും. അതായത് 1/10 ഈക്വൽ ടു 6/100 എന്ന് വരും. 11/10 - 1 എന്ന് പറഞ്ഞാൽ 11 - 1/10 എന്നാണ്. അത് 1/10 എന്ന് വരും. ഇവിടെ ഒരു പൂജ്യം വെട്ടിക്കളയാം. 1 ഈക്വൽ ടു 6/10 എന്ന് വരും. ഇതിൽ നിന്നും 6ന്റെ വില 6 എന്ന് പറഞ്ഞാൽ 10 എന്ന് കിട്ടും. 6ന്റെ വില എന്ന് പറഞ്ഞാൽ എത്ര എന്ന് കിട്ടും? 10 എന്ന് നിങ്ങൾക്ക് കിട്ടും. 6 ഈക്വൽ ടു 10. അതായത് ഇവിടുത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കണം? 10% ഓക്കെ ആണല്ലോ. നേരായി ചെയ്താലുള്ള മെത്തേഡാണ് ഇത്. ഇനി ചിലർക്ക് ഇത് അങ്ങ് ദഹിച്ചത് വരില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ മെത്തേഡ് വേണ്ട, ഷോർട്ട് കട്ടാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ ഷോർട്ട് കട്ട് അല്ല, ഇത് ലോജിക്കൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ. അതായത് നമ്മൾ 100 രൂപ വെച്ചിട്ട് ചിന്തിക്കുന്ന രീതി. ഓക്കെ ആണല്ലോ. അപ്പോൾ അവിടെ ലോജിക്ക് കുറച്ച് കണക്ട് ആവണം. ഷോർട്ട് കട്ടുകളല്ല, ലോജിക്ക് കണക്ട് ആവണം. അങ്ങനെ കണക്ട് ചെയ്ത് നോക്കിയാൽ ഇത് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ ആണല്ലോ. ക്ലിയർ അല്ലേടാ? സെറ്റ് അല്ലേ? ഇനി ഇതേ ചോദ്യം മറ്റൊരു രീതിയിൽ നമുക്ക് നോക്കാം. അതായത് 100 രൂപ വെച്ചിട്ടുള്ള രീതി. അതായത് ലളിതമായിട്ട് ചിന്തിക്കുക. ഞാൻ ഒരു ബാങ്കിൽ കൊണ്ടുവന്ന് 100 രൂപ നിക്ഷേപിച്ചു. ഓക്കെ, എനിക്ക് 8% എന്ന രീതിയിൽ സാധാരണ പലിശ 2 വർഷത്തേക്ക് ലഭിക്കുന്നു. അപ്പോൾ സാധാരണ പലിശ നിരക്ക് എന്ന് പറഞ്ഞ 8% 2 വർഷത്തേക്കാണ്. അപ്പോൾ 2 വർഷം കഴിയുമ്പോൾ എനിക്ക് എത്ര രൂപ പലിശ കിട്ടും? എനിക്ക് കിട്ടാൻ പോകുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നിക്ഷേപിച്ച തുകയുടെ എത്ര ശതമാനം വെച്ചാൽ 2 വർഷം. ഇനി ഇതേ ചോദ്യം നമുക്ക് മറ്റൊരു രീതിയിൽ ചെയ്തു നോക്കാം. അതായത് ഞാൻ ഒരു ബാങ്കിൽ 100 രൂപ നിക്ഷേപിച്ചു എന്ന് വിചാരിക്കുക. ഓക്കെ ആണല്ലോ. എനിക്ക് ഒരു വർഷം അവർ തരുന്നത് 8%. സാധാരണ പലിശയാണ്, സാധാരണ പലിശ, സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന രീതിയിൽ. ഓക്കെ, എനിക്ക് എത്ര കൊല്ലത്തേക്കാണ് കിട്ടുന്നത്? ഞാൻ ഇടാൻ പോകുന്നത് 2 വർഷത്തേക്കാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ 100 രൂപയ്ക്ക് 8% പലിശ വെച്ച് 2 വർഷം കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്ന പലിശ എത്രയാണെന്ന് ആദ്യം നോക്കാം. എനിക്ക് കിട്ടുന്ന പലിശ 2 വർഷം കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്നത് എത്രയായിരിക്കും? 2 × 8% ഓഫ് ഞാൻ നിക്ഷേപിച്ചത് എന്ന് പറഞ്ഞാൽ 16% ഓഫ് നിക്ഷേപിച്ചത്. ഞാൻ നിക്ഷേപിച്ചത് എത്രയാണ്? 100 രൂപയാണ്. അപ്പോൾ 16% ഓഫ് 100 എന്ന് പറഞ്ഞാൽ 100ൻ്റെ 16% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16 രൂപ. അതായത് 2 വർഷം കഴിയുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ 116 രൂപയുണ്ടാകും. അതായത് എനിക്ക് 2 കൊല്ലം കഴിയുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ സാധാരണ പലിശ വെച്ചിട്ട് എനിക്ക് കിട്ടുന്ന എത്രയായിരിക്കും? 116 രൂപയായിരിക്കും. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്, സെറ്റാണ്. ഒരിക്കൽ കൂടി പറയുന്നു, 100 രൂപ ഞാൻ നിക്ഷേപിച്ചു. ഒരു വർഷം എനിക്ക് 8% പലിശ ലഭിക്കുന്നത്. അപ്പോൾ ഒരു വർഷം അവസാനിക്കുമ്പോൾ 100 രൂപയ്ക്ക് 8% എന്ന് നോക്കിക്കഴിഞ്ഞാൽ 8 രൂപ കിട്ടും. ഓക്കെ ആണല്ലോ. 2 വർഷം എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ 2 വർഷം എന്ന് പറയുമ്പോൾ 8 8 16. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിനെ നേരിട്ട് കണ്ടുപിടിച്ചത്, ഒരു വർഷം 8% ആണെങ്കിൽ 2 വർഷം 2 × 8%, അതായത് 16% ആയിരിക്കും എനിക്ക് ലഭിക്കുന്ന പലിശ. 100 രൂപയുടെ 16%. 100 രൂപയുടെ എത്ര ശതമാനം? 100 രൂപയുടെ ശതമാനം ഓഫ് 100 എന്ന് പറഞ്ഞാൽ തന്നെയാണ്. 16% ഓഫ് 100 രൂപ എന്ന് പറഞ്ഞാൽ 16 തന്നെയാണ്. അപ്പോൾ 16 രൂപയാണ് എനിക്ക് പലിശയായിട്ട് ലഭിക്കുന്നത്, സാധാരണ പലിശ. ഇനി എന്താ ചോദ്യത്തിൽ പറയുന്നത്? നിങ്ങൾക്ക് ലഭിക്കുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും നിങ്ങൾ ഇതേ തുക 2 വർഷത്തേക്ക് കൂട്ടുപലിശ നിരക്കിൽ ആ ബാങ്കിൽ നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എന്തെന്ന് പറഞ്ഞിരിക്കുന്നു? 5% ഓഫ് ഇൻവെസ്റ്റഡ് എമൗണ്ട്, അതായത് നിക്ഷേപ തുകയുടെ 5% തുല്യമായിരിക്കും. അതായത് 5% ഓഫ്, ഇപ്പൊ ഞാൻ നിക്ഷേപിച്ച എത്രയാണ്? 100 രൂപ. അതായത് ചോദ്യപ്രകാരം എനിക്ക് ഇതേ തുക കൂട്ടുപലിശ നിരക്കിൽ ഇട്ട് കഴിയുമ്പോൾ എൻ്റെ കൂട്ടുപലിശയും എനിക്ക് ലഭിക്കാൻ പോകുന്ന കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഞാൻ നിക്ഷേപിച്ച തുകയുടെ 5%. 100ൻ്റെ 5% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100ൻ്റെ 5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 5 ആണ്. ഓക്കെ ആണല്ലോ. 5% ഓഫ് 100, ഒരു സംഖ്യ ശതമാനം ഓഫ് 100 എന്ന് പറഞ്ഞാൽ തന്നെ എന്ന് പറയും. 5% ഓഫ് 100 5 തന്നെ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് അറിയില്ല. സിമ്പിൾ ഇൻട്രസ്റ്റ് 16 ആണ്, നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ലേ? 16 ആണ്. അപ്പോൾ ഇതിൽ നിന്നും കൂട്ടുപലിശ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇതിന് ഇപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 5 + 16 = 21 എന്ന് പറയാനായിട്ട് സാധിക്കും. അതായത് എനിക്ക് ലഭിച്ച കൂട്ടുപലിശ 21 ആണ്. നോക്കുക,
100 രൂപ നിക്ഷേപിച്ച എനിക്ക് 2 വർഷം കഴിയുമ്പോൾ ലഭിക്കാൻ പോകുന്ന കൂട്ടുപലിശ എന്ന് പറയുന്നത് 21 രൂപയാണ്. അതായത് ഈ 100 രൂപയുടെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ 121 രൂപ. ഇതേ 100 രൂപ ഞാൻ ബാങ്കിൽ നിക്ഷേപിച്ചാൽ 2 കൊല്ലം കഴിയുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ കൂട്ടുപലിശ നിരക്ക് കൂടി കൂട്ടി കൂട്ടുപലിശയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതേ 100 രൂപ കൂട്ടുപലിശയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ 2 കൊല്ലം കഴിയുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ വരുന്നത് 121 രൂപയാണ്. അങ്ങനെയെങ്കിൽ എത്രയായിരിക്കണം ആ പലിശ നിരക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഓപ്ഷൻ വെച്ചിട്ട് ചെക്ക് ചെയ്യാം. നിങ്ങൾ ഇവിടുത്തെ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങളുടെ കണ്ണ് ആദ്യം ലോക്കാവുന്ന ഓപ്ഷൻ നോക്കുക. ഏതാണ്? 10%. കാരണം ഏറ്റവും കൈകാര്യം ചെയ്യാൻ എളുപ്പമുള്ള ഓപ്ഷൻ. നോക്കുക, 2 വർഷത്തേക്കല്ലേ. 100ൻ്റെ 10% ആദ്യം എടുക്കുന്നു. 100 രൂപ, പിന്നെ 100ൻ്റെ 10% എത്രയാണ്? 10. ഒരു സംഖ്യയുടെ 10% എന്ന് പറയാൻ അതിന് ഒരു 0 കളഞ്ഞാൽ മതി. അതായത് 1-ാം വർഷം അവസാനിക്കുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ 110 രൂപ ഉണ്ടാകും. പിന്നെ എനിക്ക് ലഭിക്കുന്നത് ഈ 110 രൂപയ്ക്കുള്ള പലിശയാണ്. അതായത് 110 രൂപ പ്ലസ് ആ 110ൻ്റെ 10%. 110ൻ്റെ 10% 1 രണ്ടും കൂടെ ചേർത്ത് 121 കിട്ടും. 100ൽ തുടങ്ങി എനിക്ക് 121 രൂപ കിട്ടുന്നു. എപ്പോഴാണടാ? 10% എന്ന രീതിയിൽ പലിശ ലഭിക്കുമ്പോഴാണ്. അപ്പോൾ ഇവിടെ പലിശ നിരക്ക് എത്രയായിരിക്കും? 10%. അതായത് 100 രൂപ ഇട്ട നിങ്ങൾക്ക് 2 കൊല്ലം കഴിയുമ്പോൾ 121 രൂപ കിട്ടണമെങ്കിൽ നിങ്ങളുടെ പലിശ നിരക്ക് 10 ആയിരിക്കണം. ഓക്കെ ആണ്. ഇനി ആ 10 ശരിയായില്ലെങ്കിൽ നേരെ 12ലേക്ക് പോകുക. 12 ശരിയായില്ലെങ്കിൽ 10.6ലേക്ക്, പിന്നെ 9.5ലേക്ക്. അത്രയൊന്നും പോകേണ്ട വരില്ല കേട്ടോ. കാരണം അത്യാവശ്യം കുഴപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ടെങ്കിൽ വരുമ്പോൾ നേരെ ഡയറക്റ്റ് ഹിറ്റ് ടു ദ ആൻസർ എന്നുള്ള രീതിയിൽ പെട്ടെന്ന് ലഭിക്കുന്ന ഒരു ഉത്തരത്തിലേക്കായിരിക്കും കൊണ്ടുവന്ന് എത്തിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഈ കാര്യം കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. അപ്പം 121 രൂപ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് 100 എടുത്തത്. നമുക്ക് ഈ ശതമാനങ്ങൾ പെട്ടെന്ന് എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ ആണല്ലോ? അപ്പം ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 10% എന്നതായിരിക്കും. സെറ്റ് അല്ലേടാ? ശരി, മുമ്പോട്ട് പോകാം. അടുത്ത ചോദ്യം നോക്കിക്കേ. If the 6th term of an arithmetic progression is 12, what is the sum of first 11 terms of that AP? ഈ ചോദ്യം എന്ന് പറയുന്നത് 2 വ്യത്യസ്ത ടോപ്പിക്കുകളിലെ കൊളാബാണ്. 2 വ്യത്യസ്ത കുടുംബങ്ങളിലെ ആളുകൾ തമ്മിൽ കല്യാണം കഴിക്കുന്നു എന്ന് പറയുന്നത് പോലെ 2 വ്യത്യസ്ത ടോപ്പിക്കുകൾ തമ്മിലുള്ള കൊളാബറേഷൻ ആണ്. ഏതൊക്കെയാണ് ആ 2 വ്യത്യസ്ത ടോപ്പിക്കുകൾ എന്ന് ചോദിച്ചാൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആൻഡ് ആവറേജ് എന്ന് പറയുന്ന ഈ 2 ടോപ്പിക്കുകളുടെ കൊളാബാണ്. എങ്ങനെയാണെന്നുള്ളത് വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പെട്ടെന്ന് ചെയ്യാൻ പറ്റും, പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല, ആ കോൺസെപ്റ്റ് കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. എന്താണ് ആവറേജ് എന്ന് പറഞ്ഞാൽ? ശരാശരി എന്ന് പറഞ്ഞാൽ സം ബൈ നമ്പർ എന്നതാണ്. സം ബൈ നമ്പർ, അതായത് തുക ബൈ എണ്ണം എന്നതാണല്ലോ. തുക ബൈ എണ്ണം എന്നതാണ്. ഓക്കെ, ഇനി ഇവിടെ ഞാൻ ഒരു പ്രത്യേക സെറ്റ് നമ്പർ കാണിച്ചത് 2, 4, 6, 8, 10. 2, 4, 6, 8, 10. ഇവരുടെ പ്രത്യേകത എന്താണ്? ഇവയുടെ ഗ്യാപ്പുകൾ തുല്യമാണ്, അല്ലെങ്കിൽ ഒരേ സംഖ്യ കൂട്ടി പോകുന്ന ഒരു കൂട്ടം സംഖ്യകളാണ് ഇവ. ഓക്കെ ആണല്ലോ? അല്ലെങ്കിൽ ഈ പറയുന്നത് ഒരു സമാന്തര ശ്രേണിയാണ് എന്നുകൂടി വേണമെങ്കിൽ പറയാം. ഓക്കെ ആണ്? 2, 4, 6, 8, 10 ഇവരുടെ ഗ്യാപ്പ് തുല്യമാണ്, അല്ലെങ്കിൽ ഒരേ സംഖ്യ കൂട്ടി പോകുന്നത് വഴി ലഭിക്കുന്ന ഒരു കൂട്ടം സംഖ്യകളാണത്. അവരെ വിളിക്കുന്ന പേരെന്താണ്? സമാന്തര ശ്രേണി എന്നാണ്, അല്ലേ? കാരണം ഏത് 2 അടുത്തടുത്ത സംഖ്യകൾ എടുത്താലും അവയുടെ വ്യത്യാസം തുല്യമാണെങ്കിൽ അവയെ വിളിക്കുന്ന പേരാണ് സമാന്തര ശ്രേണി. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറയാം. ഇങ്ങനെയുള്ള ഇവരുടെ ശരാശരി കാണുന്നു. ഇവരുടെ ആവറേജ് എന്ന് പറഞ്ഞാൽ സമ്മാണ്. തുക എടുത്തു നോക്കാം. 6, 4, 10, 8, 2, 10, 10, 10, 30 എന്ന് കിട്ടും. എണ്ണം 1, 2, 3, 4, 5, 30/5 6 എന്ന് കിട്ടും. ഈ 6 നിൽക്കുന്ന പൊസിഷൻ ഒന്ന് നോക്കിക്കേ. ഇവിടെയല്ലേ? അതായത് ഒത്ത നടുക്കാണ്, അതായത് സെന്ററിലാണ് 6ന്റെ സ്ഥാനം. അപ്പോ ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാം കൂടെ ചേർത്ത് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇവിടെ ഒരേ ഗ്യാപ്പുള്ള സംഖ്യകൾ നമുക്ക് നൽകുന്നു. അവ ചെറുതിൽ നിന്നും വലുതിലേക്കോ വലുതിൽ നിന്നും ചെറുതിലേക്കോ എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന, അപ്പൊ കൃത്യമായി അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരേ ഗ്യാപ്പുള്ള സംഖ്യകളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ അവരുടെ ഒത്ത നടുക്ക് നിൽക്കുന്ന ആളായിരിക്കും.
കണ്ടുപിടിക്കാൻ പോകണ്ട, സം കാണാനോ തുക കാണാനോ ഒന്നും പോകണ്ട. എന്താണ്? ഒത്ത നടുക്ക് നിൽക്കുന്ന ആളായിരിക്കും. അപ്പൊ നിങ്ങൾ ചോദിക്കും, എടാ ഇവിടെ ഒത്ത നടുക്ക് നിനക്ക് 6 കിട്ടിയല്ലോ, അങ്ങനെയാണെങ്കിൽ 2, 4, 6, 8ന്റെ ശരാശരി ഒന്ന് പറയടാ എന്ന് നിങ്ങൾ പറയും. ഞാൻ പറയും, ദേ നോക്കിക്കേ, 2, 4, 6, 8 ഗ്യാപ്പ് തുല്യം, ഒത്ത നടുക്ക് 4ന്റെയും 6ന്റെയും ഒത്ത നടുക്ക് വരുന്ന സംഖ്യ ഏതാണ്? 5 ആയിരിക്കും. ഓക്കെ ആണല്ലോ? സംശയമുണ്ടെങ്കിൽ നോക്കാം. 6ഉം 4ഉം എത്രയാണ്? 10. 8ഉം 2ഉം 10. 10ഉം 10ഉം 20. 20നെ എണ്ണം കൊണ്ട് ഹരിച്ചേ. 2, 4, 6, 8 4 എണ്ണം കൊണ്ട് 20/4 5. ആ 5 ആയിരിക്കും ശരാശരി 4ന്റെയും 6ന്റെയും ഒത്ത നടുക്ക് നിൽക്കുന്ന ആള്. അപ്പൊ ആ കാര്യം ഇവിടെ ഓട് വന്നാലും ഈവൻ വന്നാലും ഒത്ത നടുക്ക് എന്നുള്ള കാര്യം ചിന്തിച്ചാൽ മതി. ഒത്ത നടുക്കുള്ളതാണ് ശരാശരി എന്ന് എപ്പോൾ പറയാൻ പറ്റും? ഒത്ത നടുക്കുള്ളതാണ് ശരാശരി എന്ന് എപ്പോൾ പറയാൻ പറ്റും? ഇവയുടെ ഗ്യാപ്പ് തുല്യമായിരിക്കണം, അല്ലെങ്കിൽ ഒരേ സംഖ്യ കൂട്ടി കൂട്ടി പോകുന്നതായിരിക്കണം, ചെറുതിൽ നിന്നും വലുതിലേക്കോ വലുതിൽ നിന്നും ചെറുതിലേക്കോ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ ആണല്ലോ? 2 കാര്യങ്ങളും ചേർത്ത് പറയുന്നു. അപ്പോ ഈ ഒത്ത നടുക്ക് നിൽക്കുന്നതാണ് ശരാശരി. ഇനി ഇവിടെ നോക്കുക, ശരാശരിയും നമ്പറും അറിയാമെങ്കിൽ സമ്മ് കാണാൻ വേണ്ടി ആവറേജ് ഇൻറ്റു നമ്പർ ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ? ശരാശരി ഇൻറ്റു എണ്ണമാണ് തുക എന്ന് പറയുന്നത്. അപ്പൊ നോക്കുക, ഇവിടെ നമുക്ക് ഈ പറയുന്ന ശരാശരി 6 എന്നറിയാമെങ്കിൽ ഇവിടെ തുക കാണാൻ വേണ്ടി ഒന്നും ചെയ്യേണ്ട, ഈ 6 ഇൻറ്റു എണ്ണം ചെയ്താൽ മതി. 1, 2, 3, 4, 5, അതായത് 30 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? ഇപ്പൊ ചുമ്മാ ദേ 2, 4, 6, 8, 10, 12, 1, 2, 3, 4, 5, 6, 7. ഓക്കെ ആണല്ലോ? ഇവയുടെ നടുക്ക് നിൽക്കുന്നത് 8 ആണ്. 8 ഇൻറ്റു 7 ചെയ്ത് കഴിഞ്ഞാൽ 56 എന്ന് വരും. 6 4 10, 8 2 10, ഇവിടെ 30, 30 20 50, 50 6 56. 56 ആണ് ഇവിടെ തുക വരുന്നത്. കാരണം നോക്കി, ഒത്ത നടുക്ക് നിൽക്കുന്നതാണ് ശരാശരി, അതിനെ എണ്ണം കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നു? സം കിട്ടുന്നു. ഓക്കെ ആണല്ലോ? ഈ പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ ഇവിടേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇനി എന്താണ്? 11 പദങ്ങളുണ്ട് അല്ലെ? സം ഓഫ് 11 ടേംസ്. 11 ടേംസ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. 1, 2, 3, 4, 5, 6. ഇതാണ് 6th ടേം എന്ന് പറയുന്നത്. അത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ടാ? 12 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ 6th ടേം 12 ആണ്. അങ്ങനെയെങ്കിൽ സം ഓഫ് 11 ടേംസ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്, ഒരേ സംഖ്യ കൂട്ടി കൂട്ടി പോകുന്നതാണ്. ഇവിടെ നോക്കിക്കേ, ഒത്ത നടുക്ക് നിൽക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? 6th ടേം അല്ലേ? അപ്പുറയും ഇപ്പുറയും 5 ആളുകളാണുള്ളത്. ഇങ്ങോട്ടും 5 പേർ, ഇങ്ങോട്ടും 5 പേർ. അപ്പോൾ ഒത്ത നടുക്കാണ്. ഇവരുടെ സമ്മാണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ എന്നിന്റെ വാല്യൂ ഓടാണ് എങ്കിൽ, എന്നിന്റെ വാല്യൂ ഓടാണെങ്കിൽ സം ഓഫ് ടേംസ് കാണാൻ വേണ്ടി വേറെ ഒന്നും ചെയ്യണ്ട, മിഡിൽ ടേം ഓഫ് എ പി ഇൻറ്റു നമ്പർ ചെയ്താൽ മതി. മിഡിൽ ടേം ഓഫ് എ പി എത്രയാണ്? A6 ഇൻറ്റു 11. A6 എന്ന് പറഞ്ഞാൽ 12 ഇൻറ്റു 11 എത്ര വരും? 132 എന്ന് വരും. അങ്ങനെ ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് മാറുന്നത്. വ്യക്തമായിട്ട് നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലായി. ആവറേജ് എന്ന കോൺസെപ്റ്റും അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന കോൺസെപ്റ്റും തമ്മിലുള്ള കണക്ഷൻ വെച്ചുകൊണ്ട് സോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലേടാ? സംശയം അല്ലേ? അടുത്തതിലേക്ക് പോകാം. അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത് വിഷ്വലൈസേഷൻ എറർ സംഭവിച്ചു കഴിഞ്ഞാൽ തെറ്റിപ്പോകുന്ന ചോദ്യമാണ്. ഇവിടെ എന്താണ് ക്ലാഷ് എന്ന് ചോദിച്ചാൽ, പല ഉദ്യോഗാർത്ഥികൾക്കും സർഫസ് ഏരിയയും വോളിയവും തമ്മിലുള്ള ചെറിയ ഒരു കൺഫ്യൂഷൻ സൃഷ്ടിച്ച ഒരു ചോദ്യമാണിതെന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ വുഡൻ ആർട്ടിക്കിൾ ഈസ് മെയ്ഡ് ബൈ സ്കൂപ്പിംഗ് ഔട്ട് ഹെമിസ്ഫിയർ ഓഫ് റേഡിയസ് ആർ ഫ്രം ഈച്ച് എൻഡ് ഓഫ് എ സോളിഡ് സ്പിയർ. എന്തൊക്കെ പറയുന്നു ഇവിടെ? കൃത്യമായിട്ടും പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എ വുഡൻ ആർട്ടിക്കിൾ ഈസ് മെയ്ഡ് ബൈ സ്കൂപ്പിംഗ് ഔട്ട്, ചീന്തിയെടുക്കുന്നു. എന്താണ് ചീന്തിയെടുക്കുന്നത്? ഹെമിസ്ഫിയർ ഓഫ് റേഡിയസ് ആർ ഫ്രം ഈച്ച് എൻഡ് ഓഫ് എ സോളിഡ് സിലിണ്ടർ വിത്ത് റേഡിയസ് ആർ. രണ്ടിൻ്റെയും റേഡിയസ് സെയിം ആണ്, ഹൈറ്റ് h ആണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ സർഫസ് ഏരിയ ഓഫ് ദ ആർട്ടിക്കിൾ? അങ്ങനെ സ്കൂപ്പ് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത് കഴിയുമ്പോൾ ഉള്ള ആ ആർട്ടിക്കിളിന്റെ സർഫസ് ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. ഉപരിതല വിസ്തീർണം എന്ന് പറഞ്ഞാൽ സർഫസ് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ
ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഈ സിലിണ്ടറിൻ്റെ ഈ സർഫസ് മുഴുവൻ എന്താണ്, എനിക്ക് പെയിൻ്റ് അടിക്കുന്ന രീതിയാണെങ്കിൽ ഇവിടെ മുഴുവൻ ഇതിൻ്റെ ചുറ്റുഭാഗം മുഴുവൻ ആഡ് ചെയ്യണം. അപ്പോൾ ഈ സിലിണ്ടറിൻ്റെ കേർവ്ഡ് സർഫസ് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. സിലിണ്ടറിൻ്റെ കേർവ്ഡ് സർഫസ് ഏരിയ മുഴുവൻ നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. ഒരു സിലിണ്ടറിൻ്റെ കേർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 2πRh ആണ്. അപ്പൊ 2πRh എന്തായാലും ചിത്രത്തിലുണ്ട്. ഇനിയാണ് പ്രശ്നക്കാരൻ. ദേ നോക്കുക, ഞാൻ ഇവിടെ നിന്ന് ഇതിൻ്റെ അകത്ത് സ്കൂപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഇത്രയും ഭാഗം ഇവിടെ ഉണ്ട്. പെയിന്റ് അടിക്കുമ്പോൾ ഈ അകഭാഗം കൂടെ പെയിന്റ് അടിക്കണ്ടേ? ഈ അകത്ത ഭാഗം കൂടെ പെയിന്റ് അടിക്കുന്നുണ്ട്. ഞാൻ പെയിന്റ് അടിക്കുന്ന പോലെ ചിന്തിക്കുക, അല്ലെങ്കിൽ പൊതിയുന്നത് പോലെ ചിന്തിക്കുക. അപ്പൊ ഈ അകത്ത ഭാഗം കൂടെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? പെയിന്റ് അടിക്കുന്നുണ്ട്. അകത്ത ഭാഗം കൂടെ പെയിന്റ് അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്ന ഹെമിസ്ഫിയർ ഓക്കെ ആണല്ലോ, അതിൻ്റെ ഉപരിതല വിസ്തീർണം അതിൻ്റെ സർഫസ് ഏരിയയ്ക്ക് തുല്യമാണ്. അതിൻ്റെ സർഫസ് ഏരിയയ്ക്ക് തുല്യമാണ് അതെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ഹെമിസ്ഫിയറിൻ്റെ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണടാ? 2πr² ആണ്. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ അതേപോലത്തെ ഒരു ഹെമിസ്ഫിയർ എവിടെയുണ്ട്? ദേ അടിഭാഗത്തും ഉണ്ട്. അതേപോലത്തെ ഒന്ന് എവിടെയും കൂടെ ഉണ്ടടാ? ഇതിൻ്റെ അടിഭാഗത്തും അതേപോലെ ഒന്ന് ഉണ്ട്, ചീന്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ അവൻ്റെയും കൂടെ എന്ത് ചെയ്യണം? ഏരിയ നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ എന്താ? ഒരേപോലത്തെ രണ്ട് ഹെമിസ്ഫിയർ മുകളിലും താഴെയുണ്ട്. അപ്പോൾ ഇവൻ്റെ ഇരട്ടി എടുത്താൽ മതി. ആരുടെ ഇരട്ടി? ദാ ഇവൻ്റെ ഇരട്ടി. അതായത് നമുക്ക് വേണ്ട സർഫസ് ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 നമുക്ക് വേണ്ടത് 2 × 2πr² ആണ്. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ സിലിണ്ടറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ 2πRh പ്ലസ് 2 × 2πr എന്ന് പറഞ്ഞാൽ 4πr² എന്ന് വരും. 2 × 2πr² എന്ന് പറഞ്ഞാൽ 4πr² വരും. ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആയിരിക്കും. ക്ലിയർ ആണ്? ഈ ചിത്രമാണ് നിങ്ങളെ അതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. നിങ്ങൾ സിമ്പിളായിട്ടൊന്ന് ചിന്തിച്ചാൽ മതി. ഇതാ നോക്കിക്കേ, എങ്ങനെയാണ് ഇരിക്കുന്നത് മനസ്സിലായ? അകത്തേക്ക് കുഴിച്ചെടുത്തു. അപ്പോൾ അകത്ത ഭാഗത്തുകൂടി പെയിന്റ് അടിക്കണം. അതേപോലെ അടിയിലും എന്തുണ്ട്? ആ കുഴിഞ്ഞിരിക്കുന്ന ഭാഗമുണ്ട്. ടോപ്പിൽ നിന്ന് നോക്കിയാൽ ദാ ഇങ്ങനെ ഇരിക്കും. ക്ലിയർ ആണല്ലോ? ഈ ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടാവണം. കാരണം ചില ഉദ്യോഗാർത്ഥികൾ ചിന്തിക്കാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും. ദാ ഇങ്ങനെയല്ലേടാ ആ സിലിണ്ടർ എന്നുള്ളതും ചിലരിങ്ങനെ ചിന്തിക്കും. ഓക്കെ, ഇങ്ങനെ ഒരു സിലിണ്ടർ ഉണ്ട്. ഓക്കെ, ഇനി അതിൻ്റെ ഇവിടെ നിന്നും കട്ട് ചെയ്തെടുത്തു, ഇവിടെ നിന്നും കട്ട് ചെയ്തെടുത്തു. അപ്പം പിന്നെ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ ദാ ഇത്രയും ഭാഗത്തിൻ്റെ സർഫസ് ഏരിയ കണ്ടാൽ പോരെ എന്ന് ചിന്തിക്കും. ഇതല്ല. ഓക്കെ ആണല്ലോ? ഈ അകത്ത ഭാഗം കൂടെ ഉണ്ട്. ഓക്കെ ആണല്ലോ? അകഭാഗം കൂടെ ഉണ്ട്. അത് ഇത്രയും ഭാഗമല്ല, ഇതിരിക്കുന്ന ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ അകം ഭാഗം കൂടെ വരും. ഓക്കെ, വോളിയം ആണെങ്കിലാണ് അങ്ങനെ ഒരു ചിത്രം വരുന്നത്. വോളിയം ആണെങ്കിൽ ഇത് എന്താണെന്നോ? ദാ ഇങ്ങനെ ഒരു ചിത്രം, ദാ ഇത്രയും ഭാഗത്തിൻ്റെ വോളിയം കണ്ടാൽ മതി. വോളിയം ആണെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ ആണല്ലോ? സിലിണ്ടറിന്റെ വോളിയത്തിൽ നിന്നും ഹെമിസ്ഫിയറിന്റെ വോളിയത്തിന്റെ ഇരട്ടി കണ്ടു കുറയ്ക്കുക, അതാണ് പറയുന്നത്. വോളിയമാണ് ചോദിച്ചെങ്കിൽ അങ്ങനെ. ഇവിടെ സർഫസ് ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്, ഉപരിതല വിസ്തീർണമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത്. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ശരി, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇത് കേരള PSC എന്താണ് ഇതിൽ ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടറിയണം കോശി എന്ന് നമുക്ക് പറയാം. ചലഞ്ച് ചെയ്താൽ ചിലപ്പോൾ ക്യാൻസൽ ആകുന്ന ചോദ്യമായിരിക്കും. പല രീതികളിൽ നമുക്ക് ഇതിനെ പറയാനായിട്ട് പറ്റും. ഇവിടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ ഓഡ് വൺ. ഓഡ് വൺ എന്ന് പറയുമ്പോൾ എന്താണ്? കൂട്ടത്തിലെ 3 പേർക്കും ഒരുപോലെയുള്ള ഒരു കാര്യം പാലിക്കാതെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാൾ. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബൈറ്റ്, നിബിള്, കിലോ ബൈറ്റ് മൂന്നും ബിറ്റ് എന്ന രീതിയിൽ അറിയപ്പെടും. അതായത് ബിറ്റാണ് ഏറ്റവും ഫണ്ടമെന്റൽ യൂണിറ്റ് എന്നുള്ള രീതിയിൽ എടുത്ത് വേണമെങ്കിൽ ബിറ്റ് എന്നുള്ള രീതിയിൽ പറയാം. ഇനി അതല്ലാതെ മറ്റൊരു രീതിയിൽ 3 പേർക്കുമുള്ള രീതി കണ്ടുപിടിക്കുന്ന മറ്റൊരു രീതിയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്, ബൈറ്റ്, നിബിള് ഇതെല്ലാം ചെറിയ യൂണിറ്റ് ആണ്. എന്നാൽ ഇവൻ കൂട്ടത്തിലെ ഏറ്റവും വലിയ യൂണിറ്റ് ആണ്. ഇത് മൂന്നും ചെറുതായതുകൊണ്ട് കിലോ ബൈറ്റ് എന്നും പറയാനായിട്ട് സാധിക്കും. 2 ഉത്തരങ്ങൾ വരുന്ന രീതി. ഇതിലേതാണ് PSC പറയാൻ പോകുന്നത് എന്നുള്ളത് ലോട്ടറി എടുക്കുന്ന പോലെ ഉണ്ടാകും. ചിലപ്പോൾ ക്യാൻസൽ ആകും, ചിലപ്പോൾ കിലോ ബൈറ്റ് എന്നായിരിക്കും അവർ പറയാൻ പോകുന്നത്, ചിലപ്പോൾ ബിറ്റ് എന്ന് പറയും, ഇനി ചിലർ നിബിള് എന്നും പറയും. പല രീതികളിൽ ഇതിൻ്റെ വ്യാഖ്യാനം വരും. അപ്പോൾ ഇവിടെ ചെറിയൊരു എററാണ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ കൂടി ഏതാണ് ഉത്തരമെന്ന് നോക്കി കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവിടെയും ആ ചോദ്യം ക്യാൻസലിലേക്ക് പോകാനുള്ള കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങാ ചോദ്യമാണ്. അപ്പോൾ അടുത്ത ചോദ്യം നോക്കടാ. മാത്ത് എന്നത് 42, ലോജിക് എന്നത് 61. അങ്ങനെയാണെങ്കിൽ ഡേറ്റ എന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ചെയ്തു നോക്കാം. ദേ മാത്ത് എന്നത് എങ്ങോട്ട് കോഡ് ചെയ്തിരിക്കുന്നടാ?
42 എന്ന് പറയുന്ന സംഖ്യയിലേക്ക് കോഡ് ചെയ്തിരിക്കുന്നു. അപ്പം ഇങ്ങനെ ഒരു വാക്കിനെ സംഖ്യയിലേക്ക് വന്നാൽ നമുക്ക് ആൽഫബറ്റും അതിൻ്റെ നമ്പർ പൊസിഷനിങ്ങും തമ്മിലുള്ള കണക്ഷനാണ്. എം എന്നാൽ 13 ആണ്, എ എന്നാൽ ഒന്നാമത്തെ സംഖ്യ, ടി എന്നാൽ 20ാമത്തെ സംഖ്യ, എച്ച് എന്നാൽ 8ാമത്തെ സംഖ്യ. ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടിക്ക്. 13 1 14, 14 20 34, 8 42 എന്ന് വരുന്നുണ്ട്. 2 42 എന്ന് വരുന്നു. കറക്റ്റാണ്. അടുത്തത് നോക്കുക, ലോജിക്ക് എന്നാൽ എങ്ങനെ വരും എന്നുള്ളത് നോക്കാം. എൽ എന്നാൽ 12, എസ് 12 ആണ്. ഒ എന്നാൽ 15 ആണ്. ജി എന്നാൽ 7 ആണ്. ഐ എന്നാൽ 9 ആണ്. സി എന്നാൽ 3 ആണ്. 12ഉം 15ഉം 27, 27ഉം 10ഉം 37, 37ഉം 9ഉം 46 എന്നാണ് വരുന്നത്. എന്നാൽ ചോദ്യപ്രകാരം തന്നിരിക്കുന്നത് എത്രയാണ്? 61. മാച്ചാവുന്നുണ്ടോ? മാച്ചാവുന്നില്ല. ഓക്കെ, അപ്പൊ ലോജിക്ക് നമ്മളെ ചതിച്ചിരിക്കുന്നു. അപ്പോൾ എന്താന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഇനി ഇതും കടന്ന് പല രീതികളിലെ കോമ്പിനേഷൻ എടുത്ത് സമയം കളയാൻ വേണ്ടി ഒരുപാട് ആളുകൾ ശ്രമിക്കും. എടാ ഇവിടെ ഒരെണ്ണം നമുക്ക് കിട്ടുന്നുണ്ട്, ഒരെണ്ണം നമുക്ക് തെറ്റി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഇത് എന്തായാലും ക്യാൻസൽ ആകാൻ പോകുന്ന ചോദ്യമാണ്. അതായത് ഡേറ്റയുടെ കോഡിങ് കണ്ടുപിടിക്കാൻ പര്യാപ്തമായ ഡേറ്റ ചോദ്യത്തിൽ തരാത്തത് കൊണ്ട് ഇത് ക്യാൻസൽ ആകും എന്ന് 100% നമുക്ക് ഉറപ്പിച്ച് പറയാം. ഓക്കെ ആണല്ലോ? കാരണം ഇത് ചിലപ്പോൾ പവറൊക്കെ എടുത്ത് കണക്ട് ചെയ്ത് വേറെ രീതിയിൽ കൊണ്ടുവരാനായിട്ട് പറ്റും. അതൊന്നും ഇവിടെ നമുക്ക് ഇത്രയൊന്നും ചിന്തിക്കാനുള്ള ഒരു സാഹചര്യമുള്ള സമയം പരീക്ഷയുമല്ല ഇത്. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതുന്ന പരീക്ഷയുടെ നിലവാരത്തിൻ്റെ അകത്തേക്ക് ഇത് കൊണ്ടുവന്ന് വെക്കാനായിട്ട് പറ്റുന്നുമില്ല. അപ്പോൾ എന്താണ്, ഓപ്ഷനുകളിലേക്ക് നോക്കുമ്പോൾ കണക്ട് ചെയ്യാനും പറ്റുന്നില്ല. ചോദ്യത്തിലെ മിസ്റ്റേക്കുകൾ കൊണ്ട് ഇത് ക്യാൻസൽ ആകും. ഓക്കെ, സമയം കളയാത്ത ആളാണ് ഇവിടെ രാജാവ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പൊക്കോണം. ഓക്കെ, ശരി, അടുത്ത ചോദ്യം നോക്കിക്കേ. ബ്ലഡ് റിലേഷനുമായി ബന്ധപ്പെട്ട ചോദ്യം. ഡി ഈസ് ദ ബ്രദർ ഓഫ് എ. ഡി എന്ന് പറയുന്നത് എയുടെ ബ്രദറാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും എന്താണ്? സഹോദരങ്ങളാണ്. ഡി ഒരു പുരുഷനാണ്. ഓക്കെ ആണല്ലോ? ഒരേ നിലവാരത്തിൽ വരും. ഇനി എന്താ അടുത്തത് പറയുന്നത്? ഡി ഈസ് ദ സൺ ഓഫ് സി. സിയുടെ മകനാണ് ആരെന്ന് പറയുന്നത്? ഡി എന്ന് പറയുന്നത്. ഇനി ബി ഈസ് സീസ് ഫാദർ. ബി എന്ന് പറയുന്നത് സിയുടെ അച്ഛനാണ്. അപ്പോൾ ബി പുരുഷനാണ്. ഓക്കെ ആണല്ലോ? പുരുഷന്മാരെ അല്ലെങ്കിൽ ആൺകുട്ടികളെ നമ്മൾ പ്ലസ് ഇട്ടും സ്ത്രീകളെ നമ്മൾ മൈനസ് ഇട്ടുമാണ് രേഖപ്പെടുത്താറ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ബ്ലഡ് റിലേഷൻ കഴിഞ്ഞു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് എ ഓഫ് ബി, അല്ലെങ്കിൽ ബിയുടെ ആരാണ് എ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബിയുടെ ആരാണ് എ? ബി എ ചൂണ്ടിക്കാട്ടിയിട്ട് ആരാണ് എ എന്ന് പറയും. ഒരു കാര്യം മനസ്സിലായി, ബിയുടെ മകന്റെ മകനോ മകളോ ആണ്. ഇത് പുരുഷനാണോ, ഇത് അല്ലെങ്കിൽ ഒരു ബോയ് ആണോ ഗേൾ ആണോ എന്നുള്ള ഒരു ഡേറ്റ നമുക്ക് ചോദ്യത്തിലില്ല. ഇത് കുട്ടിയാണെങ്കിൽ, ആൺകുട്ടിയാണെങ്കിൽ ഗ്രാൻഡ് സൺ എന്ന് വരും. ആൺകുട്ടിയാണെങ്കിൽ ബിയുടെ ഗ്രാൻഡ് സൺ ആയിരിക്കുമേ. പെൺകുട്ടിയാണെങ്കിൽ ബിയുടെ ഗ്രാൻഡ് ഡോട്ടർ ആയിരിക്കും ആരെന്ന് പറഞ്ഞ് എ എന്ന് പറയുന്നത്. ഇത് രണ്ടും ബിയിലും സിയിലും കിടക്കുന്നുമുണ്ട്. അപ്പം നമുക്ക് പ്രശ്നമായി. ഇനി നമുക്ക് എന്താണ് ഇവിടെ ഓപ്ഷൻ നമ്മൾ ചതിച്ചു. രണ്ട് ഉത്തരങ്ങൾ നൺ ഓഫ് ദീസും എന്നുള്ളത് രണ്ട് ഉത്തരമാണ്. ഏതെടുക്കാൻ പറ്റും? ഒന്നും എടുക്കാതെ വരുമ്പോൾ നമ്മൾ ന്യൂട്രൽ ആവെന്ന് പറയുമ്പോൾ നൺ ഓഫ് ദീസ് ആയിക്കൂടെ എന്നും ചിലർ ചിന്തിക്കും. ഇവിടെയും ഓപ്ഷനിന്റെ എറർ കൊണ്ട് ഇത് ക്യാൻസൽ ആവും. ശരിക്കും തിരിച്ചു ചോദിച്ചിരുന്നെങ്കിൽ, അതായത് എയുടെ ആരാണ് ബി, വാട്ട് ഈസ് ബി ഓഫ് എ എന്നാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ എയുടെ ആരാണ് ബി എന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഓപ്ഷൻ എ കണ്ണും പൂട്ടി കറപ്പിക്കാം, ഗ്രാൻഡ് ഫാദർ, മുത്തച്ഛൻ എന്ന് കറപ്പിക്കാമായിരുന്നു. അപ്പൊ അതായിരിക്കണം PSC ഉദ്ദേശിച്ചത്. എഴുതി പടച്ചു വന്നപ്പോൾ തെറ്റിപ്പോയതായിരിക്കണം. ഓക്കെ ആണല്ലോ? അപ്പൊ അതും വ്യക്തമായിട്ട് മനസ്സിലായി. ഇനി അടുത്തത് യൂണിറ്റ് ഡിജിറ്റ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോടാ, കഴിഞ്ഞ 2 ഫേസിലും നമ്പർ സിസ്റ്റത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മളെ മണിച്ചിത്രത്താഴിട്ട് പൂട്ടാൻ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയ ചോദ്യങ്ങൾ. ദേ ഇവിടെയും എന്താണ് ശ്രദ്ധിക്കേണ്ടത്? 61/23 ഇൻറ്റു 14/9 ഇൻറ്റു 127/18 എന്നതാണ്. ഇവിടെ ഏതൊരു സംഖ്യ 61/23 ഒന്നിൽ അവസാനിക്കുന്ന ഏതൊരു സംഖ്യയുടെയും ഏത് പവർ എടുത്താലും അത് അവസാനിക്കുന്നത് ഒന്നിൽ തന്നെയായിരിക്കും. അതായത് ഒരു സംഖ്യയുടെ യൂണിറ്റ് ഡിജിറ്റ് 1 ആണെങ്കിൽ അതിൻ്റെ ഏത് പവർ നിങ്ങൾ എടുത്താലും അത് ആ കിട്ടുന്ന ഉത്തരത്തിന്റെ യൂണിറ്റ് ഡിജിറ്റും 1 തന്നെയായിരിക്കും. ഓക്കെ ആണല്ലോ? നമുക്ക് 61/23 ഇൻറ്റു 14/9 ഇൻറ്റു 127/18 യൂണിറ്റ് ഡിജിറ്റ് ഒറ്റയുടെ സ്ഥാനത്ത് ഉള്ള അക്കമാണ് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാൻ 61/23 ഒറ്റയുടെ സ്ഥാനത്തുള്ള അക്കം കണ്ടുപിടിക്കുക. ഏതാണ്? 1 തന്നെയായിരിക്കും. കാരണം ഒരു സംഖ്യയുടെ
യൂണിറ്റ് ഡിജിറ്റ് 1 ആണെങ്കിൽ അതിൻ്റെ ഏത് പവർ എടുത്താലും ആ കിട്ടുന്ന ഉത്തരത്തിൻ്റെ യൂണിറ്റ് ഡിജിറ്റും 1 തന്നെയായിരിക്കും. അടുത്തത് 14⁹ വരുമ്പോൾ ഒരു സംഖ്യ അവസാനിക്കുന്നത് 4-ലാണ് ദാ നോക്കുക, 4ൻ്റെ ഏത് പവർ എടുത്താലും 4ൻ്റെ പവറുകൾ ഏതെടുക്കുക, 2 പവറുകൾ വരും. 4⁻n n എന്ന് പറയുന്നത് ഓടാകാം, n എന്ന് പറയുന്നത് ഈവൻ ആകാം. n ഈവൻ ആണെങ്കിൽ 4⁻n യൂണിറ്റ് ഡിജിറ്റിൽ 6ഉം n ഓടാണെങ്കിൽ 4⁻n യൂണിറ്റ് ഡിജിറ്റിൽ 4ഉം ആയിരിക്കും. അപ്പൊ 14⁹ യൂണിറ്റ് ഡിജിറ്റിൽ ഏതാണെന്ന് അറിയാൻ വേണ്ടി ഈ 9 ഈവൻ ആണോ ഓടാണോ? ഓടാണ്. n ഓടായാൽ 4⁻n യൂണിറ്റ് ഡിജിറ്റിന്റെ പ്ലേസിൽ വരുന്നത് ഏതായിരിക്കും? 4 ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ 14⁹ യൂണിറ്റ് ഡിജിറ്റിന്റെ സ്ഥാനത്തും 4 ആയിരിക്കും. ഓക്കെ, അത്രയും ഓക്കെയാണ്, ക്ലിയർ ആണ്, സെറ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി എന്താണുള്ളത്? ഇനി 127⁻18 എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. നിങ്ങൾ ചെയ്യേണ്ടത് 7⁻18 യൂണിറ്റ് ഡിജിറ്റ് എന്താണെന്ന് നോക്കുക. അതിനുവേണ്ടി 18, അങ്ങനെ വരുമ്പോൾ ഈ 18നെ 4 കൊണ്ട് ഹരിക്കുക. യൂണിറ്റ് ഡിജിറ്റ് നമ്പർ സിസ്റ്റത്തിലെ യൂണിറ്റ് ഡിജിറ്റിൽ കൃത്യമായിട്ട് പഠിക്കുന്നതാണ് കേട്ടോ. 18നെ 4 കൊണ്ട് ഹരിക്കുക. എത്ര വരും? 18/4 ചെയ്ത് കഴിഞ്ഞാൽ 4 തവണ 16 ശിഷ്ടം 2 എന്ന് വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ 7⁻18നെ അതിൻ്റെ റിമൈൻഡർ കൊണ്ട് റീപ്ലേസ് ചെയ്യുക. 18ൻ്റെ അവിടെ 7ൻ്റെ സ്ക്വയർ, 18ന് പകരം അതിൻ്റെ റിമൈൻഡർ അവിടെ എഴുതി. 7ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 49 ആണ്. ഈ 49ൻ്റെ അപ്പോൾ എന്തെഴുതി? 7ൻ്റെ സ്ക്വയർ എന്ന് എഴുതി. 49ൻ്റെ യൂണിറ്റ് ഡിജിറ്റിലുള്ള സംഖ്യ തന്നെയായിരിക്കും എന്ത്? 127⁻18 യൂണിറ്റ് ഡിജിറ്റിലുള്ളതും, അതായത് 9 തന്നെയാണ്. ഓക്കെ ആണല്ലോ. അപ്പം 61⁻23 യൂണിറ്റ് ഡിജിറ്റിൽ വരാൻ പോകുന്നത് ഏതായിരിക്കും? 1 ആയിരിക്കും. 14⁻9 യൂണിറ്റ് ഡിജിറ്റിൽ വരാൻ പോകുന്നത് എത്രയായിരിക്കും? 4 ആയിരിക്കും. 127⁻18 യൂണിറ്റ് ഡിജിറ്റിൽ വരാൻ പോകുന്നത് എത്രയായിരിക്കും? 9 ആയിരിക്കും. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് മൂന്നും കൂടെ ഗുണിക്കുക. 1 × 9 × 4 36 ആണ്. ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റിലുള്ള സംഖ്യ നോക്കുക, 6. അത് തന്നെയായിരിക്കും ഈ പറയുന്ന 61⁻23 × 14⁻9 × 127⁻18 യൂണിറ്റ് ഡിജിറ്റിലും വരാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ? ഓപ്ഷൻ ഡി എന്നതായിരിക്കും ആൻസർ. ഈ 7ൻ്റെ കാര്യം ചിലപ്പോൾ എല്ലാവർക്കും കത്തിക്കാണില്ല. നിങ്ങൾ നോക്കിയാൽ മതി. 7ൻ്റെ പവറുകൾ നിങ്ങൾ എടുത്തു പോകുമ്പോൾ 7ൻ്റെ ആദ്യത്തെ പവർ 7 തന്നെയാണ്. 7ൻ്റെ രണ്ടാമത്തെ പവർ 49 ആണ്. അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റിൽ 9 ആണ്. 7ൻ്റെ മൂന്നാമത്തെ പവർ എന്ന് പറയുമ്പോൾ 7⁻3. 7⁻3 എന്ന് പറയുമ്പോൾ 343 വരും. യൂണിറ്റ് ഡിജിറ്റിൽ 3 ആണ്. 7⁻4 എന്ന് പറയുമ്പോൾ 2401 വരും. യൂണിറ്റ് ഡിജിറ്റിൽ 1 ആണ്. 7⁻5 എന്ന് പറഞ്ഞാൽ 1608. 7⁻5 എന്ന് പറഞ്ഞാൽ 1680 ആണ്. യൂണിറ്റ് ഡിജിറ്റിൽ 7 വരും. ഇനി വീണ്ടും അത് കറങ്ങും. അപ്പം 7ൻ്റെ യൂണിറ്റ് ഡിജിറ്റിൽ ഏതൊക്കെ സംഖ്യകൾ വരുമെന്ന് ചോദിച്ചാൽ 7931 ഈ സംഖ്യകളാണ് വരാൻ പോകുന്നത്. അപ്പോൾ ദാ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേടാ. ഫൈൻഡ് ദ ഡിജിറ്റ് ഇൻ ദ യൂണിറ്റ് പ്ലേസ് ഓഫ് 61⁻23, 14�9, 127⁻18 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെ ഇത് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. നമ്പർ സിസ്റ്റത്തിൻ്റെ ഏറ്റവും ഹൈ ലെവലിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചറിയാം, കഴിഞ്ഞ 2 പരീക്ഷകൾക്കും നമ്പർ സിസ്റ്റത്തിൽ നിന്ന് അത്ര സുഖകരമായിട്ടുള്ള ചോദ്യങ്ങളല്ല വന്നിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് ക്ലിയർ ചെയ്യാം? ഇവിടെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ 61⁻23 ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന ഡിജിറ്റ് ഏതാണെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഓക്കെ ആണല്ലോ. ഇവിടെ നമുക്ക് വേണ്ട എന്താണ്? ഈ നമ്പർ എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ വരുന്ന സംഖ്യയുടെ യൂണിറ്റ് ഡിജിറ്റിൽ ഏതാണ് നമ്പർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 61⁻23 1ൽ അവസാനിക്കുന്ന, ശ്രദ്ധിച്ച് കേൾക്കണം, 1ൽ അവസാനിക്കുന്ന ഏതൊരു നമ്പറിൻ്റെ പവർ എടുത്താലും ആ കിട്ടുന്ന ഉത്തരത്തിൻ്റെ യൂണിറ്റ് ഡിജിറ്റും 1 തന്നെയായിരിക്കും. 1ൽ അവസാനിക്കുന്ന ഏതൊരു നമ്പറിൻ്റെ പവർ എടുത്തിട്ട് നോക്കിയാലും ആ കിട്ടുന്ന ഉത്തരത്തിൻ്റെ യൂണിറ്റ് ഡിജിറ്റിലും 1 തന്നെയായിരിക്കും. അപ്പോൾ 61⁻23 യൂണിറ്റ് ഡിജിറ്റിലുള്ള സംഖ്യ 1 തന്നെയായിരിക്കും. അടുത്തത് 14⁻9 കാണണം. അപ്പോൾ ഇവിടെ 14ൻ്റെ യൂണിറ്റ് ഡിജിറ്റിൽ 4 ആണ്. 4⁻ പവർ വന്നു കഴിഞ്ഞാൽ അവിടെ വരുന്ന 2 കാര്യങ്ങളുണ്ട്. 4⁻n. ഈ n എന്ന് പറയുന്നത് ഓഡാണ് എങ്കിലോ n എന്ന് പറയുന്നത് ഈവൻ ആണ് എങ്കിലോ, n എന്നത് ഓഡാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു, n എന്നത് ഈവൻ ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത്. n എന്നത് ഓഡാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് പറയുമ്പോൾ എന്താണ്? 4⁻1.
4/3 അങ്ങനെയൊക്കെയാണ് വരുന്നതെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്ത് കിട്ടുന്ന ഉത്തരത്തിന്റെ ഒറ്റയുടെ സ്ഥാനത്ത് 4 തന്നെയായിരിക്കും. n ഈവൻ ആണെങ്കിൽ 4² 4/4 ഒറ്റയുടെ സ്ഥാനത്ത് 6 ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ 9 എന്നത് എന്താണ്? ഓടാണ്. അപ്പൊ ഒറ്റയുടെ സ്ഥാനത്ത് ഏതായിരിക്കും? 4 ആയിരിക്കും. അതും എളുപ്പത്തിൽ മനസ്സിലായി. ഇനി അടുത്തത് 127/18 എന്നതാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ സാധാരണ ചെയ്യേണ്ടത് 7/18 യൂണിറ്റ് ഡിജിറ്റിൽ ഉള്ളത് എന്തോ അത് തന്നെയായിരിക്കും എന്തെന്ന് പറയുന്നത് 127/18 യൂണിറ്റ് ഡിജിറ്റിൽ ഉള്ളത്. അപ്പൊ 7/18 യൂണിറ്റ് ഡിജിറ്റിൽ ഉള്ളത് കാണാൻ വേണ്ടി ആദ്യം ഈ 18നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എടുക്കുക. എത്രയാണ്? 4 തവണ 16 ശിഷ്ടം 2. ഓക്കെ ആണല്ലോ. അപ്പൊ 7/18 പകരം 7ന്റെ സ്ക്വയർ 7/18 യൂണിറ്റ് ഡിജിറ്റിൽ വരുന്ന ഈ സംഖ്യ ഏതോ അത് തന്നെയായിരിക്കും 7 സ്ക്വയറിന്റെ യൂണിറ്റ് ഡിജിറ്റിൽ ഉള്ളത്. 7 സ്ക്വയർ എന്ന് പറയുന്നത് 49 അല്ലേ? അപ്പോൾ 9 എന്ന് കിട്ടും. അതായത് 7/18 യൂണിറ്റ് ഡിജിറ്റിൽ വരുന്ന സംഖ്യ 9 ആയിരിക്കും. അപ്പോൾ 127/18 അതും 9 തന്നെയായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ 61/23 യൂണിറ്റ് ഡിജിറ്റിൽ 1 14/9 യൂണിറ്റ് ഡിജിറ്റിൽ 4 127/18 യൂണിറ്റ് ഡിജിറ്റിൽ 9 ഇത് മൂന്നും കൂടെ ഗുണിച്ചു കഴിഞ്ഞാൽ ഗുണിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടും? 36 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. 36 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന 36ന്റെ യൂണിറ്റ് ഡിജിറ്റ് ഏതാണ്? 6 ആണ്. അതേ 6 തന്നെയായിരിക്കും ഈ വലിയ സംഖ്യ ഗുണിച്ചാലും അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റിൽ ഇരിക്കാൻ പോകുന്നത്. സോ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി 6 എന്നതായിരിക്കും. ഓപ്ഷൻ ഡി 6 എന്നതായിരിക്കും. ക്ലിയർ അല്ലേ? ചില ആളുകൾക്ക് മനസ്സിലായി കാണില്ല ഇതെങ്ങനെയാണ് ഈ 127/18 യൂണിറ്റ് ഡിജിറ്റിൽ 9 മനസ്സിലാക്കിയത്, അതെങ്ങനെ, എന്തുകൊണ്ട് 18നെ 4 കൊണ്ട് ഹരിക്കുന്നു, ഇങ്ങനെ സംശയം ഉണ്ടാകും. നിങ്ങൾ ഈ 7ന്റെ പവർ ഒന്ന് എടുത്താൽ അത് മനസ്സിലാകും. 7/1 എന്ന് പറയുന്നതിന്റെ പവർ 7 തന്നെയാണ്. അപ്പൊ യൂണിറ്റ് ഡിജിറ്റിൽ 7 ആണ്. 7/2ന്റെ യൂണിറ്റ് ഡിജിറ്റിൽ 9 എന്ന് വരും. 7/3ന്റെ യൂണിറ്റ് ഡിജിറ്റിൽ 3 എന്ന് വരും. 7/4ന്റെ യൂണിറ്റ് ഡിജിറ്റിൽ 1 എന്ന് വരും. 7/5ന്റെ യൂണിറ്റ് ഡിജിറ്റിൽ വീണ്ടും 7 വരും. വീണ്ടും ഈ സാധനങ്ങൾ, ഈ നമ്പറുകൾ റിപ്പീറ്റഡ് ആയി വരികയാണ് ചെയ്യുന്നത്. അതായത് 4 സംഖ്യകൾ 7ന്റെ ഏത് പവർ എടുത്തു കഴിഞ്ഞാലും ഈ പറയുന്ന 1, 3, 7, 9 എന്ന സംഖ്യകൾ മാറി 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 വന്നുകൊണ്ടിരിക്കും. ആ 4 ഈ ഹരിച്ച 4 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ആ 4, ആ എണ്ണമാണ് 4. ആ എണ്ണം കൊണ്ടാണ് ഈ 18നെ ഹരിച്ചത്. എന്നിട്ട് ശിഷ്ടം എടുക്കുന്നു. ശിഷ്ടം ഈ 18ന് പകരം ഇവിടെ ഇട്ട് ചെയ്യുന്നു. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? വേറെ സംശയമൊന്നുമില്ല. അപ്പൊ അടുത്ത ചോദ്യം നോക്കാം. ദേ, ശ്രേണിയുമായി കണക്ട് ചെയ്യുന്ന ചോദ്യം. 112, 115, 125, 140. ഓക്കെ, ഈ 115ൽ നിന്നും 112ൽ നിന്നും 115ലേക്ക് പോയത് 3 കൂട്ടിയിട്ടാണ്. 115ൽ നിന്നും 125ലേക്ക് പോയത് 10 കൂട്ടിയിട്ടാണ്. 125ൽ നിന്നും 140ലേക്ക് പോയത് 15 കൂട്ടിയിട്ടാണ്. ഓക്കെ, നമ്മുടെ ചോദ്യം അടുത്തത് ഏതാണ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഈ 3നെ നിങ്ങൾക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? ഈ രണ്ടാമത്തെ സംഖ്യയുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് പല രീതിയിൽ പറയാം. സാധാരണ നമ്മൾ എന്ത് ചെയ്യും? ഈ 3നെ ഒന്നുമായിട്ട്, ഒന്നാമത്തെ പൊസിഷൻ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, അടുത്തത് ഫിഫ്ത്ത് ആണ് വരേണ്ടത്. ഓക്കെ ആണല്ലോ. ഈ സെക്കൻഡ് 3നെ എനിക്ക് 2മായിട്ട് കണക്ട് ചെയ്താൽ 2ന്റെ സ്ക്വയർ -1 എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. ഈ 10നെ എനിക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? 10നെ എനിക്ക് ഈ 3മായിട്ട് കണക്ട് ചെയ്ത് 3ന്റെ സ്ക്വയറിൻ്റെ കൂടെ 1 കൂട്ടുന്നു എന്ന് എഴുതാനായിട്ട് പറ്റും. അടുത്തത് നമുക്ക് നോക്കാം. 4, ഈ 15നെ 4ന്റെ സ്ക്വയറുമായി കണക്ട് ചെയ്ത് 4 സ്ക്വയർ -1. അപ്പം 2, 3, 4 -1 +1 -1. അപ്പം അടുത്തത് എന്തായിരിക്കും? ഈ 5ന്റെ സ്ക്വയർ മുന്നിൽ മൈനസ്, അപ്പം അടുത്തത് പ്ലസ്. 5ന്റെ സ്ക്വയർ +1, അതായത് 25 ഒന്നും കൂടെ കൂട്ടി 26. 140ഉം 26ഉം കൂടെ കൂട്ടുമ്പോൾ 166 എന്ന് വരും. ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ ആൻസർ. അഞ്ചാമത്തെ സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ ഏതായിരിക്കും? 166 എന്നതായിരിക്കും. അഞ്ചാമത്തെ സംഖ്യ 166 എന്നതായിരിക്കും. ക്ലിയർ അല്ലേടാ? ഓക്കെ അല്ലേ? ശരി, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് കടന്നു ചെല്ലാം. നമ്പർ സിസ്റ്റത്തിൽ നിന്നും, ഫേസ് 1ലെ നമ്പർ സിസ്റ്റത്തിൽ നിന്നുള്ള കിടുക്കാച്ചി ചോദ്യമായിരുന്നു ഇതെന്ന് പറയുന്നത്. ലഘൂകരിക്കുക. 6, 3, 8, 7 ഡിവൈഡഡ് ബൈ 8, 5, 1, 6 എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
6387 ഡിവൈഡഡ് ബൈ 8516 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഉത്തരം എഴുതാനായിട്ട് പറ്റും. ഇതിന് നിങ്ങൾ അറിയേണ്ടത് മറ്റൊന്നുമല്ല, 2 മുതൽ 11 വരെയുള്ള സംഖ്യകളുടെ ഡിവിസിബിലിറ്റി. നിങ്ങൾ ന്യൂമറേറ്റർ എല്ലാം കൂടെ ഒന്ന് കൂട്ടിക്കേടാ, ന്യൂമറേറ്ററിലെ ഡിജിറ്റുകൾ എല്ലാം കൂടെ കൂട്ടിക്ക്. എന്താണ് 7 3 10, 8 6 14, എത്ര വരും? 24 എന്ന് വരും. 24 എന്ന് പറഞ്ഞാൽ 3ന്റെ ഗുണിതമാണ്. അപ്പം ഇതെന്താണ്? 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ. നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താണ്? പൊതുഘടകങ്ങളെ എല്ലാം വെട്ടി ചെറുതാക്കും. അങ്ങനെ വെട്ടിക്കൊണ്ടിരുന്നാൽ അവിടെ ഇരിക്കേണ്ട വരും. അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ഈ സംഖ്യ എന്ന് പറയുന്നത് ഏതോ ഒരു സംഖ്യ ഇൻറ്റു 3 എന്ന് ഉറപ്പായി. ഏതോ ഒരു സംഖ്യ ഇൻറ്റു 3. ഓപ്ഷനുകളിൽ നോക്കുമ്പോൾ ഓപ്ഷനുകളെല്ലാം ചെറിയ സംഖ്യകളാണ്. ഓക്കെ ആണല്ലോ. അപ്പം ന്യൂമറേറ്റർ 3 വരുമെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിച്ചു. ഇനി ഡിനോമിനേറ്ററിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവസാന 2 അക്കം 16 ആണ്. അത് മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. ഒരു സംഖ്യയുടെ അവസാന 2 അക്കം 4ന്റെ ഗുണിതമായാൽ ആ സംഖ്യ 4 കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ പറ്റും. ഇത് ഏതോ സംഖ്യ ഇൻറ്റു 4 ആണ്. ഓക്കെ ആണല്ലോ. ഡിനോമിനേറ്ററിൽ 4 വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ ബി. അപ്പോൾ ഓപ്ഷൻ ബി തന്നെയായിരിക്കും നമ്മുടെ ആൻസർ. ഇനി ഇവിടെ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും, ഇത് ഒരു പ്രൈം നമ്പർ അല്ലേ? 3 4 എന്ന് വന്നു. അപ്പോൾ ഇവിടെ വരാൻ പോകുന്ന സംഖ്യ സെയിം സംഖ്യ തന്നെയായിരിക്കും. ഓക്കെ ആണല്ലോ. സെയിം സംഖ്യ തന്നെയായിരിക്കും ഇവിടെ വരാൻ പോകുന്നത്. ഇനി സംശയം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ മാത്രം 6 3 8 7നെ നിങ്ങൾ 3 കൊണ്ട് ഹരിക്കുക. ഇവിടെ 2 വരും, ഇവിടെ 1 വരും. ഇനി ഇവിടെ 2 വരുമ്പോൾ ഇവിടെ 6 വരും. ശിഷ്ടം 2 7 9. ഈ 2 1 2 9നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ വരുന്നത് നോക്കുക. ഇവിടെ 6 വരുന്നു, ഇവിടെ 3 വരുന്നു. 4 × 2 8 11. ഇവിടെ 5 എന്ന് വരുന്നു. 4 2 8 8 5 1 6. അപ്പോൾ എന്താണ് ഇത്? 2 1 2 × 2 1 2 9 × 3/2 1 2 9 × 4 ആണ്. 3/4 എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ തന്നെ ഇത് 4ന്റെ ഗുണിതമാണ്. 4ന്റെ ആയാൽ പിന്നെ ഇവിടെ എന്താണ് 7 9 11 7 4 9 11 4 ഇവിടെ ഉള്ളൂ. അപ്പോൾ ആ ന്യൂമറേറ്ററിൽ ഡിനോമിനേറ്റർ 4ന്റെ ഗുണിതമായതുകൊണ്ട് അത് വെച്ച് തന്നെ ഒറ്റയടിക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇത് ആ സമയത്ത് ചിന്തിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിവുണ്ടാകണം. അപ്പോൾ ഇനി വന്നാലും നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, ഇവിടെ തന്നിരിക്കുന്നത് ചെറിയ നമ്പറുകളാണ്. അപ്പോൾ ഈ ന്യൂമറേറ്റർ ഒന്നെങ്കിൽ 3ന്റെയോ അല്ലെങ്കിൽ 7ന്റെയോ അല്ലെങ്കിൽ 9ന്റെയോ ഉറപ്പായിട്ടുമായിരിക്കും. ഓക്കെ ആണല്ലോ. 3ന്റെ ആണെങ്കിൽ 7ഉം 9ഉം വെട്ടാം, പിന്നെ 2 ഉള്ളത്. ഇനി ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 4ന്റെ ഗുണിതമാണ്. അപ്പോൾ 3ഉം 4ഉം കൂടെ വരുന്ന 3ഉം 4ഉം കൂടെ വരുന്ന ഒരേ ഒരു ഓപ്ഷൻ ഉള്ളൂ, ഓപ്ഷൻ ബി. അങ്ങനെ ഓപ്ഷൻ ബി എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ. സെറ്റ് അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഈ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെപ്റ്റ് ക്ലാരിറ്റി ഉള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. അതുകൊണ്ട് ആ ചോദ്യം ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു ഷോർട്ട് കട്ട് അറിഞ്ഞിട്ട് കാര്യമില്ല. എം ഇനങ്ങളുടെ ആകത്തുകയുടെ 20% അതിൻ്റെ ശരാശരിയാണെങ്കിൽ എമ്മിൻ്റെ മൂല്യം എന്ത്? അപ്പോൾ നമ്മുടെ കയ്യിൽ എം നമ്പേഴ്സ് ഉണ്ട്. If 20% of sum of m items is its average, then what is the value of m? അപ്പോൾ അതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് എന്താണ്? സം ബൈ നമ്പർ ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ എം നമ്പേഴ്സിൻ്റെ ആവറേജ് എന്ന് പറയാൻ ഞാൻ എന്താ എഴുതുന്നു? എന്താണ്? സം ഡിവൈഡഡ് ബൈ എം. കാരണം എത്ര എണ്ണമുണ്ട്? എം എണ്ണമുണ്ട്. ഇനി 20% ഓഫ് സം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സംഖ്യയുടെ 20% കാണാൻ പറഞ്ഞാൽ അതിനെ 5 കൊണ്ട് ഹരിച്ചാൽ മതി. ശരിയല്ലേ? എസ് ബൈ 5. അപ്പം ദാ നോക്കുക, എം സംഖ്യകളുടെ തുകയാണ് സം ഓഫ് എം ഐറ്റംസ് എന്ന് പറയുന്നതാണ് കേട്ടോ എസ്. ഓക്കെ ആണല്ലോ. എം സംഖ്യകളുടെ തുകയാണ് എസ് എന്ന് പറയുന്നത്. അവയുടെ 20% എന്ന് പറഞ്ഞാൽ എസ് ബൈ 5 ആണ്. എം സംഖ്യകളുടെ തുകയുടെ സം ഓഫ് എം ഐറ്റംസ് എന്ന് പറയുന്നത് എന്താണ്? 20% ഓഫ് സം ഓഫ് എം ഐറ്റംസ്. അപ്പോൾ എം സംഖ്യകളുടെ തുകയുടെ 20% എന്ന് പറയാൻ എസ് ബൈ 5 എന്നത് എന്തിനോട് ഈക്വൽ ആണ്? അവയുടെ ആവറേജിന് തുല്യമാണ്. ആ എം സംഖ്യകളുടെ ആവറേജ്, അതായത് എസ് ബൈ എം. എസ്സും വെട്ടിക്കളയാം. നോക്കുക എന്ത് വരും ഇവിടെ? അതായത് 2 സംഖ്യകളുടെ അംശം തുല്യമാണെങ്കിൽ ഛേദവും തുല്യമായിരിക്കണം. 2 ഭിന്ന സംഖ്യകൾ തുല്യമാകണമെങ്കിൽ അവയുടെ അംശവും അവയുടെ ഛേദവും തുല്യമായിരിക്കണം. എം ഈക്വൽ ടു 5 എന്ന് പറയാനായിട്ട് സാധിക്കും. ഓപ്ഷൻ സി എന്നതായിരിക്കും ആൻസർ. ക്ലിയർ അല്ലേടാ? അടുത്ത ചോദ്യം പിടിച്ചു. അടുത്ത ചോദ്യം, 5% വാർഷിക പലിശ നിരക്കിൽ 3 വർഷത്തെ നിക്ഷേപത്തിന് ശേഷം ഒരു നിശ്ചിത തുകയുടെ സംയുക്ത പലിശ ആ തുകയുടെ സാധാരണ പലിശയേക്കാൾ 61 രൂപ കൂടുതലാണ് എങ്കിൽ തുക കാണുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ
After 3 years of investment at 5% annum, the compound interest on a certain amount is ₹61 more than simple interest എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാ നോക്കുക, കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസമാണ് ആ പറഞ്ഞിരിക്കുന്നത്. അതായത് ഡിഫറൻസ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന 61 രൂപ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ എത്രയാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്? 5%. അതായത് സാധാരണ പലിശ നിരക്കും കൂട്ടുപലിശ നിരക്കും രണ്ടും 5% തന്നെയാണ്. 3 വർഷത്തേക്കാണ് എന്താണ് ഇട്ടത്. അപ്പൊ ആഫ്റ്റർ 3 ഇയേഴ്സ് 5% വെച്ച് കൂട്ടുപലിശയും സാധാരണ പലിശയും ലഭിക്കുന്ന ഒരു പർട്ടിക്കുലർ തുക ഇട്ടപ്പോൾ 5% നിരക്കിൽ കൂട്ടുപലിശയും സാധാരണ പലിശയും ലഭിക്കുന്നു. ഇവ തമ്മിലുള്ള വ്യത്യാസം 61. അതായത് കൂട്ടുപലിശ എന്ന് പറയുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് സാധാരണ പലിശയേക്കാൾ 61 രൂപ കൂടുതലാണ് എങ്കിൽ നിക്ഷേപിച്ച തുകയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം, 3 വർഷത്തേക്കുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം എന്ന് പറയുന്നത് എന്താണ്? പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻറ്റു R/100 ഇൻറ്റു R/100 ഇൻറ്റു 300 പ്ലസ് R/100 എന്നതാണ്. ഓക്കെ ആണല്ലോ. ഇവിടെ ആറിൻ്റെ വില ഇട്ട് കൊടുക്കുക. ഡിഫറൻസ് എത്രയാണ്? 61. പി നമുക്കറിയില്ല. ആറിൻ്റെ വില 5/100 ഇൻറ്റു 5/100 ഇൻറ്റു 300 പ്ലസ് 5/100 എന്ന് വരും. 300 പ്ലസ് 5 എന്ന് പറഞ്ഞാൽ എത്രയാണടാ? നമുക്ക് വ്യക്തമായിട്ട് അവിടെ എഴുതാനായിട്ട് സാധിക്കും, 305 എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോ, ഇങ്ങനെ വന്നാൽ ഈ 61 305 വെട്ടിക്കളയാനായിട്ട് പറ്റും. 61 305 ഉറപ്പായിട്ടും ക്യാൻസൽ ആയി പോകും. 61നെ 5 കൊണ്ടൊന്ന് ഗുണിച്ച് നോക്കുക, എത്ര വരും? 5 30. അപ്പൊ ഇവിടെ എന്ത് വരും? ഇവിടെ 5 എന്ന് വരും. ഇതാ നോക്കുക, 5ഉം 100ഉം വെട്ടി 20, 5ഉം 100ഉം വെട്ടി 20. ഇവിടെ 5 5ഉം 100ഉം വെട്ടി 20. അതായത് ഇവിടെ എന്ത് വരും? 1 ഈക്വൽ ടു പി ഇൻറ്റു 1/20 ഇൻറ്റു 20 ഇൻറ്റു 20 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8000 എന്ന് വരും. അതായത് പി ഈക്വൽ ടു എത്ര എന്ന് വരും? 8000 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ആൻസർ. P/8000 ഈക്വൽ ടു 1. അതായത് ഇവിടെ വരുന്നത് ഇങ്ങനെയാണ്, P/8000 ഈക്വൽ ടു 1. അപ്പോൾ പി എന്താണ്? ഇവന് ഇപ്പുറത്തേക്ക് എടുത്താൽ മതി. P ഈക്വൽ ടു 8000. നിക്ഷേപിച്ച തുക 8000 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ. ഇതിനെ വേറെ രീതിയിൽ മാറ്റിയിട്ട് എഴുതാൻ പറ്റും കേട്ടോ. ഇപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ ചിലപ്പോൾ എഴുതും. പല ഇക്വേഷൻ പഠിക്കട്ടെന്ന് വിചാരിച്ചാണ് നേരെ ഒരെണ്ണത്തിലേക്ക് പെട്ടത്. ഇവിടെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പ്രിൻസിപ്പൽ എമൗണ്ട് ഈസ് ഈക്വൽ ടു ഡിഫറൻസ് ഇൻറ്റു 100/6 ഇൻറ്റു 100/6 ഇൻറ്റു 100/300 പ്ലസ് 6. ഈ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്യുന്നതാണ്. 2 ഇക്വേഷൻ പഠിക്കണ്ടല്ലോ എന്നോർത്ത് ഒരു ഇക്വേഷന് തന്നെ അതങ്ങ് ഇട്ട് കൊടുത്ത് കണ്ടതാണ്. ഡി തന്നിട്ട് പി കണ്ടുപിടിക്കാനും പി തന്നിട്ട് ഡി കണ്ടുപിടിക്കാൻ പറഞ്ഞാലും ഈ ഒരു ഒറ്റ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ അല്ലേടാ? സെറ്റ് അല്ലേ? അപ്പം അതും സെറ്റായിട്ട് മനസ്സിലായി. ഇനി അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നതും നല്ലൊരു ചോദ്യമാണ്. 2 സംഖ്യകളുടെ ശരാശരി A ഇൻറ്റു ബി ആണ്. അപ്പം 2 സംഖ്യകളുണ്ട്, അവരുടെ ശരാശരി എന്ന് പറയുന്നത് A ഇൻറ്റു ബി ആണ്. ഓക്കെ ആണല്ലോ. അതിലെ ഒരു സംഖ്യ എന്ന് പറയുന്നത് A ആണ് എങ്കിൽ മറ്റേ സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചത്. ദ അതർ നമ്പർ. അപ്പോൾ ഈ 2 സംഖ്യകളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ അവ രണ്ടും കൂട്ടി എണ്ണം കൊണ്ട് ഹരിക്കുന്നതിന് തുല്യമല്ലേ? അപ്പോൾ A പ്ലസ് മറ്റേ സംഖ്യ /2 എന്ന് പറയുന്നത് AB ആണ്. ഈ 2നെ ഇപ്പുറത്തേക്ക് എടുത്താൽ A ഇൻറ്റു രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് എത്രയായിരിക്കും? അവരുടെ തുക 2 ഇൻറ്റു AB ആയിരിക്കും. ഓക്കെ അല്ലേ? ഈ എയിനെ ഇപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എയിനെ ഇപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ആ രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് 2 ഇൻറ്റു AB മൈനസ് A എന്ന് വരും. ഓപ്ഷൻ A ആയിരിക്കും നമ്മുടെ ആൻസർ. ഇവിടെ ഫോക്കസ്ഡ് ആയിട്ട് ആ കാര്യം അപ്ലൈ ചെയ്താൽ മാത്രം മതി. അത്ര ഡിഫിക്കൽട്ടൊന്നും അല്ല, ഒരു മീഡിയം ലെവൽ ചോദ്യമാണ്. ഓക്കെ ആണല്ലോ. അത്ര ഡിഫിക്കൽട്ടൊന്നുമല്ല, ഒരു മീഡിയം ലെവൽ ചോദ്യമായിട്ട് അതിനെ നമുക്ക് കണക്കാക്കാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ അതാ ഇവിടെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ വരാൻ പോകുന്ന ഡിഗ്രി മെയിൻസ് എക്സാം നിങ്ങൾ പ്രിലിംസ് എഴുതി, അത് ക്ലിയർ ചെയ്തു. ഇനി എന്താണ് ലക്ഷ്യം? മെയിൻസ് ആണ്. ആ മെയിൻസിന് ഏറ്റവും മനോഹരമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ നോട്ട്സിലൂടെ നിങ്ങൾക്ക് ഏറ്റവും മികച്ചൊരു അവസരം ലഭിക്കുകയാണ്. അപ്പം മെയിൻസ് ബാച്ചിലൂടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ക്ലാസ്സുകൾ, ഏറ്റവും മനോഹരമായിട്ടുള്ള നോട്ടുകൾ രണ്ടും ചേർത്ത്
കൃത്യമായ സ്ട്രാറ്റജിയോട് കൂടി പഠിക്കാൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ മെയിൻസ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. 8281223366 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി. എനിക്ക് ഉറപ്പുണ്ട് ഈ ഡിഗ്രി പ്രിലിംസ് ക്ലിയർ ചെയ്ത് മെയിൻസിന് ക്വാളിഫിക്കേഷൻ നേടുന്നത് അങ്ങനെ ആഗ്രഹം മാത്രം കൊണ്ടു നടക്കുന്നവരല്ല, ലക്ഷ്യമുറപ്പിച്ച് അതിനുവേണ്ടി പണിയെടുക്കാൻ തയ്യാറായവരാണ്. നിങ്ങൾ ആ തയ്യാറെടുപ്പിൽ വിജയിച്ചവരാണ് എങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. കാരണം നിങ്ങളുടെ ലക്ഷ്യം ഏറ്റവും അടിപൊളിയായിട്ട് നേടിത്തരാൻ വേണ്ടി സൂപ്പർ നോട്ട്സ് ഏറ്റവും മികച്ച സപ്പോർട്ടോടുകൂടി ഇവിടെ റെഡിയാണ്. അപ്പോൾ ധൈര്യമായിട്ട് ബാച്ചിലേക്ക് ജോയിൻ ചെയ്തോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേടാ, സംഖ്യാ പരമ്പരയിലെ തെറ്റായ സംഖ്യയെ കണ്ടെത്തുക. ഇവിടെ ഏതൊക്കെയാണ് സംഖ്യകൾ? 6, 15, 28, 44, 66, 91. അതായത് ഓഡ് വണ്ണിനെ കണ്ടുപിടിക്കുന്ന പോലെ ഒരു പരിപാടിയും മിസ്സിംഗ് ടേമിനെ കണ്ടുപിടിക്കുന്ന ഒരു പരിപാടിയും കൂടെ ക്ലബ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം എന്ന് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം സമയം കാർന്നെടുക്കുന്ന ഒരു ചോദ്യം തന്നെയാണിത്. നമുക്ക് ചെയ്ത് നോക്കാം. ഈ 6 എങ്ങനെയാണ് 15 ആയത്? 6 എങ്ങനെ 15 ആയി? 9 കൂടി 15 ആയി. 15 എങ്ങനെ 28 ആയി? 15 13 കൂടിയാണ് 28 ആകുന്നത്. 28 എങ്ങനെയാണ് 44 ആയത്? 16 കൂടിയാണ് 44 ആയത്. 44 എങ്ങനെയാണ് 66 ആയത്? 22 കൂടിയാണ് 66 ആയത്. 66 എങ്ങനെയാണ് 91 ആയത്? 25 കൂടിയാണ് 91 ആയത്. ഇവിടെ ഒരാൾ തെറ്റിയാണ് ഇരിക്കുന്നത്, അവനെ വേണം നമ്മൾ തൂക്കാൻ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് സംഭവിച്ചിരിക്കുന്നത് നോക്കാം. ഇവിടെ 9ന്റെ കൂടെ 4 കൂട്ടി 13 ആയി അല്ലെ? 9ഉം 4ഉം കൂടെ ചേർന്ന് 13 ആകുന്നു. ഇനി ഈ 13ന്റെ കൂടെ 4 കൂടി വരേണ്ടിയിരുന്നത് 17 അല്ലേ? നമുക്ക് ചുമ്മാ ഒന്ന് നോക്കാം. ശരി, വരേണ്ടത് 17 അല്ലേ എന്നൊരു സംശയം. ഇവിടെ വന്നിരിക്കുന്ന 16 ആണ്. 17 വരുന്നതെങ്കിൽ 28ന്റെ കൂടെ 17 കൂട്ടി കഴിയുമ്പോൾ എത്ര വരണം? 45 എന്ന് വരണം. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ 17 കഴിഞ്ഞ് തൊട്ടെടുത്ത 17ന്റെ കൂടെ 4 കൂടി വരേണ്ടത് 21. ആ 21 അപ്പം 45ന്റെ കൂടെ കൂട്ടേണ്ടത് എത്രയാണ്? 21. 21 കൂടുമ്പോൾ എത്ര വരണം? 21 കൂടുമ്പോൾ 66 വരുന്നുണ്ട്. ആ 66 ഇവിടെ ഉണ്ട്, ശരിയാകുന്നുണ്ട്. വീണ്ടും നമുക്ക് നോക്കാം. 21ന്റെ കൂടെ കൂടേണ്ടത് വീണ്ടും 4 കൂടി 25 ആകണം. അപ്പോൾ നമുക്ക് നോക്കാം. 66ഉം 25ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര വരുന്നുണ്ടടാ? 91 വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാറ്റേൺ ഒന്ന് തെറ്റിയത് എവിടെയാണ്? ദാ ഇവിടെയാണ്. 16ന് പകരം 17 വരേണ്ടത്. അപ്പോൾ 44 അല്ല 45 വരേണ്ടിയിരുന്നത്. അതായത് തെറ്റിയിരിക്കുന്ന ആളായതെന്ന് ചോദിച്ചാൽ 44. ഓപ്ഷൻ സി 44 എന്നതായിരിക്കും നമ്മുടെ ആൻസർ. ഇവിടെ മനസ്സിലാക്കുക, തെറ്റിനെ കണ്ടുപിടിക്കുന്ന ശൈലി എന്ന് പറയുന്നത് ആ അപ്രോച്ച് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ഉത്തരവാദിത്തം. നാളെ ഇത്തരത്തിലൊരു ചോദ്യം വന്നാൽ നിങ്ങൾക്കത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ഇനിയും നിങ്ങൾ ഫോക്കസ് ചെയ്യണം. അപ്പോൾ വരും നാളുകളിൽ നമുക്ക് അടുത്ത പരീക്ഷയ്ക്ക് മുമ്പായിട്ട് ഇത്തരം ജോണർ ചോദ്യങ്ങൾ ഒരുപാട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞു, ചോദ്യങ്ങളെ വിശകലനം ചെയ്യുന്നതിനേക്കാൾ ഇവിടെ സംസാരിച്ചിരിക്കുന്ന പാറ്റേണുകളും ഐഡിയകളും നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം. എന്നിട്ട് അത്തരം ചോദ്യങ്ങൾ കൂടുതൽ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ ആണല്ലോ? അപ്പം കൂടുതൽ ഇതുപോലെയുള്ള ക്ലാസ്സുകളുമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. അപ്പം ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണും വരേക്കും ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്, ഹാപ്പി ലേണിംഗ് വിത്ത് സൂപ്പർ നോട്ട്സ്.